അപ്പോൾ നമുക്ക് ചർച്ച തുടങ്ങാം. 8 മണിയായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നോക്കൂ, അതിൽ വളരെ വ്യക്തമായി പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ്? 2020-2021 ബഡ്ജറ്റിൽ സർക്കാരുകൾക്ക് വകയിരുത്തിയിട്ടുള്ള പദ്ധതി വിഹിതം എങ്ങനെ നടപ്പാക്കണമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ ആർക്കെങ്കിലും പറ്റിയില്ലെങ്കിൽ അവർ പറയണം. ബഡ്ജറ്റിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വകയിരുത്തിയിട്ടുള്ള പദ്ധതി വിഹിതം, അതായത് ഗ്രാമസഭയിലും വാർഡ് സഭയിലും പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്നതിൻ്റെ മാർഗരേഖയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ എടുത്തിട്ടുള്ളത്. പ്രാദേശിക സർക്കാരുകൾക്ക് 2 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് പദ്ധതി വിഹിതം നൽകുന്നത്. ഒന്ന്, ഉപാധി രഹിത പദ്ധതി തുക, അതായത് വികസന ഫണ്ട്. 2, ആവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം. അതിൻ്റെ വിശദാംശങ്ങളാണ് താഴെ കൊടുക്കുന്നത്. നോക്കൂ, പ്രാദേശിക സർക്കാരുകൾക്കുള്ള പദ്ധതി സഹായം, അതായത് വികസന ഫണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിലുള്ളവർ ആ പേജ് എടുത്ത് നോക്കിയാൽ മതി. 147-ാമത്തെ പേജിലാണത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക തല വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്ന ഉപാധിരഹിത തുകയാണ് വികസന ഫണ്ട് വിഹിതം. സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സർക്കാരുകൾക്ക് മുൻഗണനകൾ നിശ്ചയിക്കാനും പ്രോജക്റ്റുകൾ ക്രമീകരിക്കാനും നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. 2, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളിൽ മേൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പദ്ധതി വിഹിതം നീക്കിവെക്കുന്നത്. ഇതാണ് 1-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, 5-ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയിന്മേൽ സ്വീകരിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 25% 6,903 കോടി രൂപയാണ് 2020-21 വാർഷിക പദ്ധതിയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് പദ്ധതി തുകയായ വികസന ഫണ്ടായി വകയിരുത്തിയിരിക്കുന്നു. ഇതിൽ 3,543.60 കോടി രൂപ കോടി രൂപ പൊതുവിഭാഗവും സാധാരണ വിഹിതത്തിലും 1964.5 കോടി രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ അവാർഡും 1221.15 കോടി രൂപ പട്ടികജാതി ഉപപദ്ധതിയും. അവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് 1221.15 കോടി രൂപയാണ് SCP വിഹിതമായി ത്രിതല പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നു 183.10 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിയായി, അതായത് TSP ഫണ്ടിലേക്ക് വകയിരുത്തിയിരിക്കുന്നു എന്നാണ് 2-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്.
ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എഫക്റ്റീവായ ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത്, ഇതുകൂടാതെ 255 കോടി രൂപ വിദേശ സഹായ പദ്ധതി വിഹിതമായി കേരള അർബൻ സർവീസ് ഡെലിവറി പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിനായി വകയിരുത്തുന്നതും ഇതുൾപ്പെടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയിരിക്കുന്ന ആകെ തുക പദ്ധതിയുടെ 25.93% 7158 കോടി രൂപയാണ്. വിവിധ തലങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും വകയിരുത്തിയിട്ടുള്ള വികസന ഫണ്ട് വിഹിതത്തിൻ്റെ വിശദാംശങ്ങൾ പട്ടിക 1 നൽകിയിട്ടുണ്ട്. നോക്കണം, പട്ടിക 1. വിവിധ തലങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും വകയിരുത്തിയിട്ടുള്ള വികസന ഫണ്ട് വിഹിതം രൂപലക്ഷത്തിൽ. ഒന്ന്, പ്രാദേശിക സർക്കാർ. ഏതാണ് പ്രാദേശിക സർക്കാർ? അതിൻ്റെ സാധാരണ വിഹിതം എത്രയാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വിഹിതം എത്രയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണാവുന്നതാണ്. കേന്ദ്ര പൊതുവിഭാഗത്തിനകത്ത് എത്ര ഭാഗമുണ്ട്? സാധാരണ വിഹിതമുണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷനുണ്ട്, KUSDP വിഹിതമുണ്ട്, പട്ടികജാതി വിഹിതമുണ്ട്, പട്ടികവർഗ വിഹിതമുണ്ട്. ഒന്നാമത്തെ കോളം കണ്ടല്ലോ, പ്രാദേശിക സർക്കാർ. രണ്ടാമത്തെ കോളം സാധാരണ വിഹിതം. മൂന്നാമത്തെ കോളം അടിസ്ഥാന വിഹിതം. നാലാമത്തെ കോളം പെർഫോമൻസ് ഗ്രാൻഡ്. അഞ്ചാമത്തെ കോളം KUSDP. ആറാമത്തെ കോളം പട്ടികജാതി വിഹിതം. ഏഴാമത്തെ കോളം പട്ടികവർഗ വിഹിതം. എട്ടാമത്തെ കോളം ആകത്തുക. ഇപ്പോൾ ആദ്യം എടുത്തേക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷത്തിലാണ് കേട്ടോ. അപ്പോൾ 1,54,970.21 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ സാധാരണ വിഹിതമായി വകയിരുത്തിയിട്ടുള്ളത്. അടുത്തത് 1,80,473 ലക്ഷം രൂപയാണ് അടിസ്ഥാന വിഹിതമായി ഉള്ളത്. പെർഫോമൻസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് പഞ്ചായത്തുകൾക്ക് ഇപ്പം നൽകിയിട്ടില്ല. KUSDP എന്ന വിഹിതവും പഞ്ചായത്തുകൾക്ക് ഇപ്പം നൽകിയിട്ടില്ല. പട്ടികജാതി ഉപപദ്ധതി SCP വിഹിതമായി പഞ്ചായത്തുകൾക്ക് 60,999.62 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. തുക ലക്ഷത്തിലാണ്. ആ ലക്ഷത്തിലാണെന്ന് നമ്മുടെ വലത്തെ അറ്റത്തെ ഏറ്റവും കോളത്തിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. പട്ടികവർഗ ഉപപദ്ധതിയായി 10,218.52 ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം, മുനിസിപ്പാലിറ്റിയുടെ വിഹിതം, കോർപ്പറേഷൻ്റെ വിഹിതം. അതിൽ സ്റ്റാർ ഇട്ടേക്കുന്ന KUSDP എന്ന് പറയുന്ന വിഹിതം ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന കേരള അർബൻ സർവീസ് ഡെലിവറി പ്രോജക്റ്റിൻ്റെ വിഹിതമാണ്. ഓക്കെ, അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതമാണ്. രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം നോക്കൂ. 62,735.23 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് സാധാരണ വിഹിതം. അടിസ്ഥാന വിഹിതം ബ്ലോക്ക് പഞ്ചായത്തിനില്ല, പെർഫോമൻസ് ഗ്രാൻഡ് ഇല്ല, KUSDP എന്ന് പറയുന്ന വിഹിതം ബ്ലോക്ക് പഞ്ചായത്തുകൾക്കില്ല. പിന്നെ പട്ടികജാതി വിഹിതം എത്രയാണ്? 20,333.20 ലക്ഷം രൂപ. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതത്തിൽ നമ്മൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ 20,333 ലക്ഷം രൂപയിൽ നമ്മൾ ഇടപെടുന്നില്ല എന്നാണ് അർത്ഥം. പട്ടികവർഗ ഉപപദ്ധതി 3,406.18 ലക്ഷം രൂപയാണ് പട്ടികവർഗ ഉപപദ്ധതിയായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ളത്.
അടുത്ത എന്താ? ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിൽ നോക്കൂ, 62,735.23 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സാധാരണ വിഹിതം. അവിടെ അടിസ്ഥാന വിഹിതമില്ല, പെർഫോമൻസ് ഇല്ല, KUSDPക്കുള്ള വിഹിതമില്ല. പിന്നെ ഏതാണ്ട് പട്ടികജാതി വിഹിതമുണ്ട്. 20,333 കോടി. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് 20,330 ലക്ഷം രൂപ, ജില്ലാ പഞ്ചായത്തിന് പട്ടികജാതി വിഹിതം 20,333.2 ലക്ഷം രൂപ. പട്ടികവർഗ ഉപപദ്ധതിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ തുകയും ഒന്നാണ്. അപ്പം ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ പ്രത്യേകമായി SCPയിൽ ഇടപെടുന്നില്ല, TSPയിൽ ഇടപെടുന്നില്ല, സാധാരണ വിഹിതത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പദ്ധതി നടപ്പാക്കുന്നതിൽ നമുക്കൊരു റോളും ഇല്ല എന്നുള്ളതാണ്. നമ്മൾക്ക് പല സംഘടനകളും പല ചർച്ചകളും ഉണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് റോളില്ല. അടുത്ത മുനിസിപ്പാലിറ്റികൾ സാധാരണ വിഹിതം എത്രയാണ്? 39,407.80 ലക്ഷം രൂപ. അടിസ്ഥാന വിഹിതമില്ല, പെർഫോമൻസ് ഗ്രാൻഡ് ഇല്ല, KSUDP എന്ന് പറയുന്ന ഭാഗമില്ല. പിന്നെ ഉള്ളത് എവിടെയാ? മുനിസിപ്പാലിറ്റികൾ അടിസ്ഥാന വിഹിതമുണ്ട്. എത്രയാണ്? 49,503 രൂപ അടിസ്ഥാന വിഹിതമുണ്ട്. KUSDP എന്ന് പറഞ്ഞ വിഹിതമുണ്ട്, 25,500 രൂപ, 500 ലക്ഷം രൂപ. SCP ഉണ്ട്, 12,509.18 ലക്ഷം രൂപ. പട്ടികവർഗ വിഹിതമുണ്ട് മുനിസിപ്പാലിറ്റികളിൽ, 86 മുനിസിപ്പാലിറ്റികളാണുള്ളത്, 948.59 ലക്ഷം രൂപ. പിന്നെ കോർപ്പറേഷൻ 33,611 സാധാരണ വിഹിതം, 11 ലക്ഷം. അടിസ്ഥാന വിഹിതം 38,439 ലക്ഷം. പെർഫോമൻസ് ഗ്രാൻഡ് ഇല്ല, KUSDP ഇല്ല, പട്ടികജാതി വിഹിതമുണ്ട്. അതെത്രയാണ്? 7,939.8. പട്ടികവർഗ വിഹിതമുണ്ട് 330.53 ലക്ഷം. ഇതാണ് ഇവിടെ വകയിരുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം. അടുത്തത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കു മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളിന്മേൽ സ്വീകരിച്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രാദേശിക സർക്കാരുകളും മേലുള്ള വിഹിതം കണക്കാക്കി വകയിരുത്തിയിട്ടുള്ള ഓരോ പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ വിഹിതം കണക്കാക്കി വകയിരുത്തിയിട്ടുള്ളത് 2020-21 ഓരോ പ്രാദേശിക സർക്കാരിനും വിവിധ ഭാഗങ്ങളിലായി വകയിരുത്തിയിട്ടുള്ള വികസന ഫണ്ടിൻ്റെ വിശദാംശങ്ങൾ അനുബന്ധമായി നൽകിയിരിക്കുന്നു. കേരള അർബൻ സർവീസ് കേരള അർബൻ സർവീസ് ഡെലിവറി പ്രോജക്റ്റ്. ഇത് അനുസരിച്ചിട്ടാണ് ഇതിന് മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കൂ, 2011-17 കാലഘട്ടത്തിൽ കേരളത്തിൽ നടപ്പാക്കിയ കേരള ലോക്കൽ ഗവൺമെൻറ് സർവീസ് ഡെലിവറി പ്രോജക്റ്റിൻ്റെ 2ാം ഘട്ടമാണ് കേരള അർബൻ സർവീസ് ഡെലിവറി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ നഗരങ്ങളിലെ ഖര ദ്രവ്യ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സീവേജ് സബ്സ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും ശുചിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആസ്തികളുടെ തുടർ പ്രവർത്തനത്തിനും പരിപാലനത്തിനും ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതികൾക്കായി വേൾഡ് ബാങ്കിൽ നിന്ന് $300 മില്യൺ ബാഹ്യ സഹായം പ്രതീക്ഷിക്കുന്നു. കിട്ടിയിട്ടില്ല.
70% വേൾഡ് ബാങ്ക് സഹായത്തോടെയും 30% സംസ്ഥാന വിഹിതത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 2020-21 വാർഷിക പദ്ധതിയിൽ 255 കോടി രൂപ മുനിസിപ്പാലിറ്റികൾക്കായി വകയിരുത്തിയിരുന്നു. ഈ തുക വിഭജിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2020-21 225 കോടി രൂപയാണ് മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി ഈ ഇനത്തിൽ, ഏതിനത്തിൽ, കേരള അർബൻ സർവീസ് ഡെലിവറി പ്രോജക്റ്റ് ഇനത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഗ്രാമസഭയിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൂടുന്ന വാർഡ് സഭയിലോ യഥാവിധം ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. നോക്കൂ, രണ്ടാമത്തത് ആവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം. കേന്ദ്രവും സംസ്ഥാനവും ആവിഷ്കരിച്ചതും നിർവഹണത്തിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുള്ളതുമായ പദ്ധതികളാണ് ഈ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ വിഭാഗത്തിൽ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരും നിശ്ചയിക്കുന്നതാണ് പതിവ്. പദ്ധതി പ്രദേശം നിശ്ചയിക്കുകയും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും ചെയ്ത് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുക എന്നതാണ് പ്രാദേശിക സർക്കാരുകൾക്കുള്ള ചുമതല. അപ്പോൾ പ്രാദേശിക സർക്കാർ എന്ത് ചെയ്യണമെന്നിവിടെ പറയുന്നുണ്ട്. പ്രാദേശിക സർക്കാരിൻ്റെ ചുമതല എന്താണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾക്കും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കുമുള്ള സംസ്ഥാന വിഹിതമായി 2020-21 വാർഷിക പദ്ധതിയിൽ 848.76 കോടി രൂപ വകയിരുത്തിയിരുന്നു. അത് പട്ടിക 2 സൂചിപ്പിച്ചിട്ടുണ്ട്. 2020-21 ബഡ്ജറ്റ് നിർദ്ദേശത്തിലെ പ്രസ്തുത പരിപാടികൾ സംക്ഷിപ്ത രൂപമാണ് പട്ടിക 2 കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കാം. നോക്കൂ, മേഖലകൾ ഏതാണ്? ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന തുകയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തുക ലക്ഷത്തിലാണ് കൊടുത്തിട്ടുള്ളത്, 1000-ലല്ല. RIDF നബാർഡ് കേന്ദ്രീകരിച്ച പദ്ധതിയിൽ 500 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 800 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ 800 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ആ പദ്ധതി ഇപ്പോഴില്ല. അടുത്തത് ദീന ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ DAYNRLM പൊതുവിഭാഗം 40% വിഹിതം. പൊതുവിഭാഗം അതിൽ 6500 ലക്ഷം രൂപയാണ് ദീനദയാൽ അന്ത്യോദയ യോജന ഗ്രാമീണ പദ്ധതിയിൽ പഞ്ചായത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അത് പഞ്ചായത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. ബ്ലോക്കിനോ ജില്ലയ്ക്കോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ആ പദ്ധതി ഇല്ല എന്നാണ്. അടുത്ത നോക്കൂ, ജില്ലാ പഞ്ചായത്തുകളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന യൂണിറ്റുകളുടെ ഭരണച്ചെലവുകൾ മുൻപ് ജില്ലാ ഗ്രാമീണ ഏജൻസികൾ നടപ്പാക്കിയത് 500 ലക്ഷം രൂപയാണ് ഇതിന് ചിലവാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ മാത്രം പദ്ധതിയാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ മാത്രം തുകയാണ്. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന 1000 ലക്ഷം രൂപയാണുള്ളത്. അത് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പ്രത്യേകം മനസ്സിലാക്കണം, 1000 കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. പിന്നെ 1000 കോടിയല്ല, 1000 ലക്ഷം. സാമൂഹ്യനീതി പരിപാടി ദേശീയ സാമൂഹിക സഹായ പദ്ധതി NSAP എന്ന് പറയുന്നത് ഒരു പദ്ധതിയുണ്ട്. അത് പദ്ധതി ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമാണ് നടപ്പാക്കുന്നത്. ഓരോ ലക്ഷം രൂപ മാത്രമേ അവിടെ തൽക്കാലം അനുവദിച്ചിട്ടുള്ളൂ. ഏതാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ. അതിനുശേഷം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റില്ല. അടുത്തത് ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ എന്ന് പറഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ഉണ്ട്. 1500 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിലും 1000 ലക്ഷം രൂപ കോർപ്പറേഷനിലും വകയിരുത്തിയിട്ടുണ്ട്.
അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന. 14,000 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിലും 3,500 ലക്ഷം രൂപ കോർപ്പറേഷനും വകയിരുത്തിയിട്ടുണ്ട്. സ്വച്ഛ ഭാരത് മിഷൻ നഗരം 1,750 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിലും 750 ലക്ഷം രൂപ കോർപ്പറേഷൻ. അത് സ്റ്റാർട്ടപ്പ് മിഷൻ എവിടെയാണ്? കോർപ്പറേഷനിലാണ്. എത്രയാണ്? 20,000 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് ആ പദ്ധതി ഉള്ളത്. അടുത്തത് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന 8,910. ഓക്കെ, 8,910 ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിൽ 18,090 ലക്ഷം രൂപയുമാണ് ചെലവാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന അത് ഗ്രാമപഞ്ചായത്ത്, ഇത് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 960 ലക്ഷം രൂപ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് ചിലവാക്കിയിട്ടുണ്ട്. അടുത്ത ദീനദയാൽ അന്ത്യോദയ യോജന ഗ്രാമീണ ഉപജീവന മിഷൻ 3,250 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി പട്ടികവർഗ വികസനം. ഇവിടെ മുതൽ പട്ടികജാതി വികസനമാണ്. നോക്കൂ, പട്ടികജാതി വികസനം അതിൽ ഏതൊക്കെയാണ് ഉള്ളത്? 2.11, 2.12 എന്ന് പറഞ്ഞ 2 പദ്ധതിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ബാക്കി പദ്ധതികളൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പട്ടികവർഗ വികസനം 480, അത് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ്. 480 ലക്ഷം രൂപ. അടുത്തത് NRLM ദീനദയാൽ അന്ത്യോദയ, അതും പട്ടികവർഗമാണ് കേട്ടോ. 2.13, 2.14, 1,083 ലക്ഷം രൂപ. അങ്ങനെ ആകെ ഉള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 142ാമത്തെ പേജ്. ഇനി ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കും എന്നാണ് പറയുന്നത്. ഗ്രാമവികസന പരിപാടികൾ, ഗ്രാമവികസനത്തെക്കുറിച്ചാണ് പറയുന്നത്. പഞ്ചായത്തുകളുടെ കാര്യമാണ്. ഗ്രാമവികസന പരിപാടിയിൽ ഗ്രാമീണ അടിസ്ഥാന സ്വകാര്യ വികസന ഫണ്ട് RIDF നബാർഡിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി 2,100 ലക്ഷം രൂപയാണ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിന് വേണ്ടി ചിലവാക്കിയത്. അതിനെ RIDF എന്ന് പറയും. വിവിധ തരത്തിലുള്ള ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിനായി നബാർഡ് 1995-96 മുതൽ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് കൈകാര്യം ചെയ്യുന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ RIDF പദ്ധതികളുടെ സ്പിൽ ഓവർ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും വിവിധ തരത്തിലുള്ള പുതിയ ഗ്രാമീണ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് പദ്ധതി വിഹിതം വകയിരുത്തുന്നത്. കൃഷി, ജലസേചനം, മണ്ണ് സംരക്ഷണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, സേവന മേഖലകളിലെ പദ്ധതികൾ, ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പ്രവർത്തികൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു. RIDF ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ 20% പദ്ധതി തുക പ്രാദേശിക സർക്കാരുകൾ വഹിക്കേണ്ടതും 80% തുക പദ്ധതി ചെലവിൻ്റെ പുരോഗതി അടിസ്ഥാനമാക്കി നബാർഡ് തിരിച്ചു നൽകുമെന്നുള്ള വ്യവസ്ഥയിൽ ചെലവഴിക്കാവുന്നതുമാണ്. സാമൂഹ്യ മേഖലയിലെ പദ്ധതികൾക്കാണെങ്കിൽ വിഭജന രീതി 18%, 18-15 എന്ന അനുപാതത്തിലായിരിക്കും. കൃഷിയും അനുബന്ധ മേഖലകളിലും 95.5 എന്ന അനുപാതത്തിലായിരിക്കും. ഓക്കെ, ഇനി 2020-21 2,100 ലക്ഷം രൂപ വിവിധ തലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതമായി താഴെ പറയും പ്രകാരം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ നോക്കാവുന്നതേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തുകൾക്ക് 500 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അതേ വിഹിതമാണ് 500 ലക്ഷം രൂപ. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 800 ലക്ഷം രൂപ, ജില്ലാ പഞ്ചായത്തുകൾക്ക് 800 ലക്ഷം രൂപ. അങ്ങനെയാണ് അതിൻ്റെ വിഹിതം.
അപ്പോൾ ആ പദ്ധതി കഴിഞ്ഞു. അടുത്ത പദ്ധതി ദീനദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, DAYNRLM പൊതുവിഭാഗം 40% സംസ്ഥാന വിഹിതമാണ് എന്ന് പറഞ്ഞാൽ 60% കേന്ദ്ര വിഹിതമാണെന്നർത്ഥം. 6500 ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, DAYNRLM ഗ്രാമീണ ദരിദ്രരുടെ സ്വയം തൊഴിൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു. ആവശ്യമനുസരിച്ച് വിഹിതം അനുവദിക്കുന്ന ഈ പരിപാടിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60%, 40% എന്ന അനുപാതത്തിൽ 60:40 എന്ന അനുപാതത്തിൽ വകയിരുത്തുന്നു. സ്ഥാപനവൽക്കരണവും കാര്യശേഷി വർദ്ധിപ്പിക്കലും സാമ്പത്തികം ഉൾപ്പെടുത്തലും ഉപജീവന മാർഗത്തിൻ്റെ പരിപോഷണവും മെച്ചപ്പെടുത്തലുകളും സ്വയം തൊഴിലിനാവശ്യമായ വിദഗ്ധ പരിശീലനവും സാമൂഹിക അംഗീകാരവും വികസനവും എന്നിവയാണ് DAYNRLM പദ്ധതിയും പ്രധാനമായും ഊന്നൽ നൽകുന്നത്. മേഖലകൾ കുടുംബശ്രീ മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നുള്ള സംസ്ഥാന നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന, സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭം, SVEP മഹിളാ കിസാൻ ശാക്തീകരണം എന്നിവയാണ്. MKSP എന്നിവയാണ് DAYNRLM എന്നതിൻ്റെ ഉപഘടകങ്ങളാണ് ആ പദ്ധതിയുടെ. അടുത്തത് ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന. ഓക്കെ, അപ്പോൾ ദീനദയാൽ അന്ത്യോദയ ദേശീയ യോജനയും ഗ്രാമീണ ഉപജീവന മിഷനുൻ്റെ വൈദഗ്ധ്യത്തിനും ജോലി ലഭ്യമാക്കാനുള്ള സംരംഭമാണ് ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന എന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ നൈപുണ്യ വിടവ് കണ്ടെത്തൽ, വിദ്യാഭ്യാസ വിനിമയ പരിപാടി, എല്ലാ തൽപര കക്ഷികളുടെയും കാര്യശേഷി വർദ്ധിപ്പിക്കൽ, പരിശീലന പങ്കാളികളെ തിരഞ്ഞെടുക്കൽ, പദ്ധതികൾ സ്വീകരിച്ച് പരിശോധന നടത്തി അംഗീകാരം നൽകുക, സമാഹരണവും ഉദ്യോഗാർത്ഥികളുടെ കൗൺസിലിങ്ങും തിരഞ്ഞെടുപ്പും, വൈദഗ്ധ്യ പരിശീലനം, സാക്ഷ്യപ്പെടുത്തലുകളും തൊഴിൽ ലഭ്യമാക്കലും, മേൽനോട്ടവും വിലയിരുത്തലുകളും, നിയമനം ലഭിച്ചതിന് ശേഷമുള്ള സേവന സഹായം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കാര്യശേഷി വർദ്ധിപ്പിക്കൽ, പരിശീലന പങ്കാളികളെ തിരഞ്ഞെടുക്കൽ, പദ്ധതി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിശോധന നടത്തി അംഗീകാരം നൽകും, സമാഹരണം, ഉദ്യോഗാർത്ഥികളുടെ കൗൺസിലിംഗ്, വൈദഗ്ധ്യ പരിശീലനം, സാക്ഷ്യപ്പെടുത്തലും തൊഴിൽ ലഭ്യമാക്കലും, മേൽനോട്ടം വിലയിരുത്തൽ, നിയമനം ലഭിച്ചതിന് ശേഷമുള്ള സേവന സഹായം, ഇത്രയുമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റാർട്ടപ്പ് ഗ്രാമീണ സംരംഭത്വ പരിപാടി, SVEP ദീനദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ്റെ കീഴിലുള്ള ഒരു ഉപഘടകമാണ് SVEP. ഗ്രാമീണ സംരംഭങ്ങൾ തുടങ്ങുകയും ഇവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഗ്രാമീണ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ കുറയുകയും സാമ്പത്തിക പുരോഗതി ഉത്തേജിപ്പിക്കുകയുമാണ് ഇതിൻ്റെ പരിപാടികൾ. SEEPയുടെ ലക്ഷ്യം സാമൂഹ്യ അടിസ്ഥാനത്തിലുള്ള സംഘടനാ ശൃംഖലയെ ഉപയോഗിച്ച് സംരംഭങ്ങൾക്ക് വാണിജ്യ വൈദഗ്ധ്യവും സമ്പർക്ക സാധ്യത, സംരംഭങ്ങൾ തുടങ്ങിയതിന് വായ്പ, സംരംഭത്തിന് നിർണായകമായ ആദ്യത്തെ 6 മാസക്കാലത്തേക്ക് വാണിജ്യ സഹായം എന്നിവ നൽകുന്നു. ഇത് ശുചിത്വം, കുടിവെള്ളം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിലെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ഇത് ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ഈ പരിപാടിയുടെ മുഖ്യ ഘടകങ്ങൾ താഴെ പറയുന്നു. നോക്കൂ, ബ്ലോക്ക് വിഭവ കേന്ദ്രം ആരംഭിക്കൽ, സംരംഭത്വ പ്രകാരം VRSEP, SVEP നടപ്പാക്കുന്നുള്ള നിർവഹണ കേന്ദ്രമായി ബ്ലോക്ക് വിഭവ കേന്ദ്രം പ്രവർത്തിക്കും.
DAYയും NRLMൻ്റെ കീഴിലുള്ള ബ്ലോക്ക് തല ഫെഡറേഷനാണ് BLF എന്ന സംരംഭമാണ് ബ്ലോക്ക് വിഭവ കേന്ദ്രത്തിൻ്റെ സ്ഥാപനപരമായ അടിസ്ഥാനം. അടുത്തത് ക്ലസ്റ്റർ തല ഫെഡറേഷൻ. ബ്ലോക്ക് തല ഫെഡറേഷനിൽ നിലവിൽ വരുന്നത് വരെ ഗ്രാമീണ ഘടകങ്ങളായിരിക്കും ഇതിൻ്റെ ചുമതലകൾ വഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൽ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നത് വരെ പഞ്ചായത്ത് തലത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. സ്വയം സുസ്ഥിരമായ വരുമാന മാതൃകകളാണ് ബ്ലോക്ക് വിഭവ കേന്ദ്രം പിന്തുടരുന്നത്. അടുത്തത് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരും സംരംഭത്വ പ്രോത്സാഹനവും. CRP-EP ബാങ്ക് കോർഡിനേഷൻ സംവിധാനവുമായി ബാങ്ക് മിത്ര BRLCയെ സഹായിക്കേണ്ടതാണ്. വിഭവങ്ങൾ, വീഡിയോ, മാനുവൽ എന്നിവ ഉൾപ്പെടുത്തിയുള്ള റഫറൻസ് സാമഗ്രികളും ബ്ലോക്ക് വിഭവ കേന്ദ്രം നൽകും. അടുത്ത പേജ്. വ്യവസായ സാധ്യതാ പദ്ധതികളും വായ്പാ മൂല്യനിർണ്ണയം, വ്യവസായ പ്രകടന ഗതി വിലയിരുത്തൽ എന്നിവയാണ് ടാബ്ലെറ്റ് അടിസ്ഥാന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബാങ്കിൽ നിന്നും സാമ്പത്തിക സഹായം നേടുന്നതിനുള്ള സംരംഭങ്ങളാണ് ഇതുള്ളത്. ബാങ്കിൽ നിന്നും ധനസഹായം ആവശ്യമാകുന്ന രീതിയിൽ വളരുന്നതുവരെ കച്ചവടം. ആ ടിൻഡു മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. ടിൻഡു മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. ബാങ്കിൽ നിന്നും ധനസഹായം ആവശ്യമാകുന്ന രീതിയിൽ വളരുന്നത് വരെ കച്ചവടം വാണിജ്യം ആരംഭിക്കുന്നതിന് അടിസ്ഥാന മൂലധനമായി സാമൂഹ്യ നിക്ഷേപ ഫണ്ട് CIF നൽകും. ഇനി മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന MKSP. കാർഷിക മേഖലയിലെ സ്ത്രീ പുരുഷ പങ്കാളിത്തത്തിലുള്ള വിടവ് കുറയ്ക്കുക, കാർഷിക വൃത്തിയിൽ നിന്നുള്ള പിൻവാങ്ങൽ പ്രവണത കുറയ്ക്കുക, സ്ത്രീ കർഷകരെ സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ്റെ കീഴിലുള്ള ഉപഘടകമാണ് MKSP. കേരളത്തിലെ കുടുംബശ്രീയുടെ സംയുക്ത ഉത്തരവാദിത്വത്തോടെയാണ് ഉള്ള സംഘങ്ങളാണ് JLG ശൃംഖലയോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പം മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതി കാർഷിക മേഖലയിലാണ് ഊന്നൽ നൽകുന്നത്. അതും കുടുംബശ്രീ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 4 ഘടകങ്ങളായി 2021 സാമ്പത്തിക വർഷത്തിൽ 6500 ലക്ഷം രൂപ 40% സംസ്ഥാന വിഹിതമായും 60% കേന്ദ്ര വിഹിതമായും ഗ്രാമപഞ്ചായത്തുകൾക്ക് വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്രാമസഭയിൽ പോവുകയും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അടുത്തത്, ജില്ലാ പഞ്ചായത്തുകളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന യൂണിറ്റുകളുടെ ഭരണച്ചെലവ് മുമ്പ് ജില്ലാ ഗ്രാമവികസന ഏജൻസിയാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതിൽ സംസ്ഥാന വിഹിതം 40 അപ്പോൾ 60% കേന്ദ്ര വിഹിതം. 500 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തുകളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന യൂണിറ്റുകളുടെ ഭരണച്ചെലവിലേക്കായി 500 ലക്ഷം രൂപ 40% അടിസ്ഥാന വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. ശമ്പളവും മറ്റ് കണ്ടിജൻസി ചെലവുകളും ഈ തുകയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ശമ്പളമടക്കമാണ് 500 ലക്ഷം രൂപ വകയിരുത്തിയത്. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. ഗ്രാമീണ തലത്തിലാണിത് പ്രവർത്തിക്കുന്നത്. PMAYG എന്നറിയപ്പെടും. പൊതുവിഭാഗത്തിനാണ് ഇതുള്ളത്. പൊതുവിഭാഗം എന്ന് പറഞ്ഞാൽ SCക്കും SCക്കും കിട്ടും കേട്ടോ. SC SCയും പൊതുവിഭാഗത്തിൻ്റെ ഭാഗമാണ്. 40% സംസ്ഥാന വിഹിതമാണ്. അപ്പോൾ 60% കേന്ദ്ര വിഹിതമാണ്. 1000 ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത്.
2022 ജീർണാവസ്ഥയിലെയും വാസയോഗ്യമല്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഭവനരഹിത കുടുംബങ്ങൾക്കും അടിസ്ഥാന സൗകര്യത്തോടു കൂടിയ ഭവനങ്ങൾ നൽകുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയം ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി. ആരംഭിച്ച കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന പദ്ധതി. ഇത് PMAYG എന്നറിയപ്പെടും. ആരോഗ്യപരമായ ചുറ്റുപാടിൽ ഭക്ഷണം പാകം ചെയ്യുന്നുള്ള സ്ഥലം ഉൾപ്പെടെ 25 ചതുരശ്ര മീറ്ററാണ് ഒരു വീടിൻ്റെ ഏറ്റവും കുറഞ്ഞ വിസ്തൃതി. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ധനസഹായം സമതല പ്രദേശങ്ങളിൽ 1.20 ലക്ഷം രൂപ എത്തിപ്പെടുവാൻ പ്രയാസമേറിയ മലയോര പ്രദേശങ്ങളിൽ 1.30 ലക്ഷം രൂപയാണ് ഇതിന് കൊടുക്കുന്നത്. ഈ തുക 60%, 40% എന്ന നിലയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന ഗവൺമെൻറ്റും നിർവഹിക്കും. ഗുണഭോക്താവിന് താൽപ്പര്യമെങ്കിൽ 70,000 രൂപ വരെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. 2011 സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് SCCC വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് PMAYG പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ കൊടുക്കുന്ന വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുക എന്നതൊരു അവിഭാജ്യ ഘടകമാണ്. എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് വേണം, കക്കൂസ് വേണം. സ്വച്ഛ ഭാരത മിഷൻ അല്ലെങ്കിൽ ഗ്രാമീൺ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേനയോ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ മുഖേനയോ ഈ വീടുകൾക്ക് ശൗചാലയങ്ങൾ നൽകേണ്ടതാണ്. ശൗചാലയങ്ങൾ കൂടി നിർമ്മിച്ചാൽ മാത്രമേ വീട് നിർമ്മാണം പൂർത്തിയായി കണക്കാക്കുന്നത്. ഇതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഭവന നിർമ്മാണത്തിലുള്ള അവിദഗ്ധ തൊഴിലാളികളുടെ കാര്യത്തിൽ നിലവിലെ വേതന നിരക്കനുസരിച്ച് 90 തൊഴിൽ ദിനങ്ങൾ വരെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്താവിന് നിർബന്ധമായും വേതനം നൽകേണ്ടതാണ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 90 ദിനങ്ങൾ വരെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്താവിന് നിർബന്ധമായും എന്ത് കൊടുക്കണം? വേതനം കൊടുക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പണിയെടുക്കുന്നവർക്ക് എന്ത് കൊടുക്കാറില്ല? ഈ പദ്ധതിയിൽ നിന്നാണ് ഇപ്പം വേതനം കൊടുക്കുന്നത്. അതിന് പുറമേ വേതനം കൊടുക്കണമോ അല്ലാതെ കൊടുക്കണമോ എന്നതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താവ് സ്വന്തമായി വീടുണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് വേതനം കൊടുക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് വീടൊന്നിന് ചെലവ് 1.20 ലക്ഷം രൂപ മാത്രമാണെങ്കിൽ ലൈഫ് മിഷൻ്റെ നിരക്കിനെ പോലെ ഈ പദ്ധതി 4 ലക്ഷം രൂപ വരെ ധനസഹായം നൽകാൻ കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായി വരുന്ന അധിക തുക ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ യഥാക്രമം 25, 40, 30. ഗ്രാമപഞ്ചായത്ത് 25%, ബ്ലോക്ക് പഞ്ചായത്ത് 40%, പിന്നെ ജില്ലാ പഞ്ചായത്ത് 35% എന്ന രീതിയിൽ എന്ന അനുപാതത്തിൽ നൽകേണ്ടതാണ്. ഈ വിടവ് നികത്തുന്നതിനായി കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താനും സാധ്യതയും പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാർഗരേഖ അനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. എന്നിരുന്നാലും ലൈഫിൻ്റെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ 2020-21 ധനസഹായം നൽകുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഫണ്ട് എങ്ങോട്ട് പോകും? ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പോകും. അതിന് CBI ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ലൈഫ് മിഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് CBI ഒരു FIR ഇട്ടിട്ടുണ്ട്. അത് FIR റദ്ദ് ചെയ്യണമെന്ന്
ഹൈക്കോടതിയിൽ എന്ത് വന്നിട്ടുണ്ട്? പെറ്റീഷൻ വന്നിട്ടുണ്ട്. വിധവകൾ, അവിവാഹിതർ, ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ളവർക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ സംയുക്തമായാണ് വീട് അനുവദിക്കുന്നത്. അതായത് വിധവകൾക്കും അവിവാഹിതർക്കും ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുന്നവർക്കും അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് രണ്ടുപേരുടെയും കൂടെ പേരിലാണ് വീട് അനുവദിക്കുന്നത്. സംസ്ഥാനത്തിന് വേണമെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടും വീട് അനുവദിച്ച് കൊടുക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന് സ്ത്രീകൾക്ക് മാത്രമായും വീട് കൊടുക്കാം. ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന വീടുകൾ അതാത് വ്യക്തികളുടെ പേരിൽ തന്നെ അനുവദിക്കേണ്ടതാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ വീടുകൾ, പുരുഷനാണ് ഭിന്നശേഷിക്കാരനെങ്കിൽ പുരുഷനും, സ്ത്രീയാണ് ഭിന്നശേഷിക്കാരെങ്കിൽ സ്ത്രീക്കും കൊടുക്കണം. ആകെ വീടുകളുടെ 3% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഈ പദ്ധതിയുടെ 90% ഗുണഭോക്താക്കളും സ്ത്രീകളായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സ്ത്രീകളുടെ പേരിലാണ് വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2020-21 1000 ലക്ഷം രൂപ ഈ പദ്ധതിയുടെ 40% സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. ഇപ്പോൾ ഈ പദ്ധതിയുടെ 60% എന്താണ്? ആരാണത് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തു ചെയ്യും? സംസ്ഥാന സർക്കാർ ബോർഡ് വന്നു വെക്കും. സാമൂഹിക നീതി പരിപാടി, ദേശീയ സാമൂഹിക സഹായ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സഹായം, ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി, അവിടെ 3 ലക്ഷം രൂപയാണ് പെൻഷന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. നോക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, സുപ്രധാന പദ്ധതിയാണ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി. നോക്കൂ, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സംസ്ഥാനം കൊടുത്തിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് പരസ്യം കൊടുക്കുന്നത്. ഞങ്ങൾ ഇത്ര രൂപ വെച്ച് പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. NSAP എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് ഗ്രാമ നഗര പ്രദേശങ്ങളിൽ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലും നടപ്പാക്കുന്നു, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ നടപ്പാക്കുന്നു. ദരിദ്ര കുടുംബങ്ങളെ അംഗങ്ങൾക്ക് വാർദ്ധക്യവും അംഗവൈകല്യവും വൈവിധ്യവും കുടുംബനാഥ അല്ലെങ്കിൽ നാഥയുടെ മരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയിലൂടെ സഹായം നൽകുന്നു. ദേശീയ സാമൂഹിക സഹായ പദ്ധതിയുടെ 5 ഘട്ടങ്ങൾ താഴെ പറയുന്നു. 1. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ. ഇതെന്താണ്? കേന്ദ്ര സഹായ പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, അതും കേന്ദ്ര പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, അതും കേന്ദ്ര പദ്ധതിയാണ്. ദേശീയ കുടുംബ ആനുകൂല്യ പെൻഷൻ, അതും കേന്ദ്ര പദ്ധതിയാണ്. അന്നപൂർണ പദ്ധതി, അതും കേന്ദ്ര പദ്ധതിയാണ്. ഇത് എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത്? ഇത് പണം എങ്ങനെ അനുവദിച്ചു, ബഡ്ജറ്റിൽ എങ്ങനെ അനുവദിച്ചു എന്നാണ് പറയുന്നത്. ആദ്യത്തെ 3 ഘട്ടങ്ങൾ പ്രാദേശിക സർക്കാരുകൾ മുഖേന നടപ്പാക്കുന്നത്. ഇതിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി മാത്രമാണ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പദ്ധതിക്ക് ആവശ്യക്കാർ കൂടുതലാണെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിലേക്കായി അനുവദിക്കുന്ന തുക വളരെ തുച്ഛമാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് സംസ്ഥാന സർക്കാർ തന്നെ സഹായം നൽകുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിക്ക് അധിക സഹായം നൽകുന്നതിനായി 2020-21 3 ലക്ഷം രൂപ ടോക്കൺ വിഹിതമായി ചുവടെ ചേർക്കുന്നു. ഇത് ടോക്കൺ വിഹിതമാണ്, അതിനുശേഷം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ വരെ പറഞ്ഞത് നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതികളെക്കുറിച്ചാണ്. ഇനി നമ്മൾ പറയുന്നത് നഗരവികസനത്തെക്കുറിച്ചാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഓക്കെ. ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം 2500 ലക്ഷം രൂപയാണ് അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. നഗര ദാരിദ്ര്യം എന്നതൊരു ബഹുമുഖ സ്വഭാവമുള്ളതാണ്. നഗരത്തിൽ സമ്പന്നരുമുണ്ട്, ദരിദ്രരുമുണ്ട്. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര ജനവിഭാഗങ്ങൾ ജോലി സംബന്ധമായും വാസസംബന്ധമായും സാമൂഹികമായുള്ള ആവശ്യങ്ങൾ സംബന്ധിച്ച് നേരിടുന്ന വിവിധ തരത്തിലുള്ള ദുരിതങ്ങൾ സമയബന്ധിതമായും സമൂലമായും ഏകോപിതമായും പരിഹരിക്കേണ്ടതുണ്ട്. അവശ്യ വിഭവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രത്യേകം ഊന്നൽ നൽകേണ്ടതുമാണ്. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യവും ദുരിതങ്ങളും കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്
ദേശീയ നഗര ഉപജീവന ദൗത്യം. താഴെത്തട്ടിലെ ദരിദ്രരായ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ ദാരിദ്ര്യവും മറ്റു ദുരിതങ്ങളും പരിഹരിക്കുന്നതിനായി അവർക്ക് പ്രയോജനപ്രദമായ സ്വയം തൊഴിലുകൾ, വേതനം ലഭിക്കുന്ന വിവിധ തൊഴിലുകളും ലഭ്യമാക്കുന്ന ഉപജീവന മാർഗത്തിന് സ്ഥിരതയായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക എന്നതാണ് ഈ മിഷൻ ലക്ഷ്യമിടുന്നത്. ഘട്ടം ഘട്ടമായി നഗരത്തിലെ ഭവനരഹിതർക്ക് അത്യാവശ്യമായ സൗകര്യത്തോടു കൂടിയ താമസ സൗകര്യം നൽകുക എന്നതും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഇതുകൂടാതെ നഗരത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് കച്ചവടത്തിന് അനുകൂലമായ സ്ഥലം കണ്ടെത്തൽ, സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ തരപ്പെടുത്തൽ, സാമൂഹ്യ സുരക്ഷിതത്വം, വർദ്ധിച്ചു വരുന്ന വിപണന സാധ്യതകളെക്കുറിച്ചും സഹായങ്ങൾ നൽകിയ നൈപുണ്യം പ്രാപ്തമാക്കുക എന്നീ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിനും ഇതിൻ്റെ ലക്ഷ്യമാണ്. അതാണ് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ദീനദയാൽ അന്ത്യോജന എന്ന് പറയുന്നതിൽ 2500 ലക്ഷം രൂപ ചെലവാക്കിയ പ്രോജക്റ്റ്. ജനങ്ങളെ സാമൂഹ്യമായി സംഘടിപ്പിക്കുകയും സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുക, കാര്യശേഷി വർദ്ധിപ്പിക്കുകയും പരിശീലനങ്ങളും വിദഗ്ധ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലെ തൊഴിൽ ലഭ്യമാക്കലും മറ്റും സ്ഥാപനങ്ങളിലെ തൊഴിൽ സൗകര്യം ഉറപ്പാക്കലും, സ്വയം തൊഴിൽ പദ്ധതി, നഗരപ്രദേശത്തെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് സാമൂഹ്യ അഭയകേന്ദ്രങ്ങൾ, വഴിയോര കച്ചവടക്കാർക്ക് സഹായം, നൂതന പ്രത്യേക പ്രോജക്റ്റുകൾ എന്നിവയാണ് ഈ പദ്ധതിയുടെ ഘടകങ്ങൾ. വ്യക്തിഗത സംരംഭങ്ങൾ, ഗ്രൂപ്പ് സംരംഭങ്ങൾ, നഗര ജീവനോപാധി കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമതോ പറഞ്ഞേ, ജനങ്ങളെ സാമൂഹ്യമായി സംഘടിപ്പിക്കുകയും സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുകയും കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനം കൊടുക്കുകയും വിദഗ്ധ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ ലഭ്യമാക്കുകയും മറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിൽ സംരംഭം ഉറപ്പുവരുത്തുകയും സ്വയം തൊഴിൽ പദ്ധതി കൊടുക്കുകയും നഗരപ്രദേശങ്ങളിലെ വീടില്ലാത്തവർക്ക് സാമൂഹിക അഭയകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയും വഴിയോര കച്ചവടക്കാർക്ക് സഹായം നൽകുന്ന നൂതന പ്രോജക്റ്റുകൾ എന്നിവയാണ് ഈ പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കുന്നത്. വ്യക്തിഗത സംരംഭങ്ങൾ, ഗ്രൂപ്പ് സംരംഭങ്ങൾ, നഗര ജീവനോപാധി കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. നൈപുണ്യ വികസനത്തിനും ജോലി ഉറപ്പാക്കുന്നതിനും വ്യവസായങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും മാതൃകാ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും അംഗങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതിനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. എല്ലാ അനുവദിച്ച അഭയകേന്ദ്രങ്ങളുടെയും പൂർത്തീകരണവും പുതിയ അഭയകേന്ദ്ര നിർമ്മാണവും അഭയകേന്ദ്ര നവീകരണ പ്രവർത്തനങ്ങളും തെരുവിൽ താമസിക്കുന്നവരായി കണ്ടെത്തിയവരുടെ പുനരധിവാസവും നഗരത്തിലെ വീടില്ലാത്തവർക്ക് അഭയകേന്ദ്രങ്ങളും എന്ന ഘടകത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ള നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് സഹായവും എന്ന ഘടകത്തിലൂടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും പൂർത്തീകരണവും 25 നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വഴിയോര വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസത്തിനും ഇത് ലക്ഷ്യം വെക്കുന്നു. പട്ടികജാതി ഉപപദ്ധതി വിഹിതവും പട്ടികവർഗ ഉപപദ്ധതി വിഹിതവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേളിൽ പറഞ്ഞ ഈ പദ്ധതികളിലെല്ലാം പട്ടികജാതി പട്ടികവർഗ പദ്ധതി, ഇതിൽ ദീനദയാൽ അന്ത്യോദയ യോജനയിൽ പട്ടികജാതി പദ്ധതിയും പട്ടികവർഗ പദ്ധതിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പട്ടികജാതിക്കാർക്കും എന്തുണ്ട്, അവസരങ്ങളുണ്ട് എന്നർത്ഥം. 2020-21 സാമ്പത്തിക വർഷത്തിൽ 40% സംസ്ഥാന വിഹിതമായി 500 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞത്. നോക്കൂ, പൊതുവിഭാഗത്തിന് 1200 ലക്ഷം രൂപയും, പട്ടികജാതി അത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ 800 ലക്ഷം രൂപയും, പട്ടികജാതി ഉപപദ്ധതിക്ക് 225 ലക്ഷം രൂപയും, അത് കോർപ്പറേഷനിൽ 150 ലക്ഷം രൂപയും, പട്ടികവർഗ ഉപപദ്ധതി 75 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിലും 50 ലക്ഷം രൂപ കോർപ്പറേഷനിലും അടക്കം 2500 രൂപയാണ് ഈ പദ്ധതിക്ക്. ഏത് പദ്ധതിക്ക്? ദീനദയാൽ അന്ത്യോദയ യോജന എന്ന് പറയുന്ന പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. വളരെ വ്യക്തമായി അതിൻ്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന, നഗര മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുള്ളത്.
ചേരി നിവാസികൾ ഉൾപ്പെടുന്ന നഗരത്തെ പാവപ്പെട്ടവരിൽ വീടില്ലാതെ എല്ലാവർക്കും 2020 ഓട് വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നഗര തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ ഒന്ന് ഗുണഭോക്തൃ കേന്ദ്രീകൃത വ്യക്തിഗത ഭവന നിർമ്മാണം, BNC, പുതിയ വീടുകൾ. വീട് മെച്ചപ്പെടുത്തൽ. 2 പൊതു സ്വകാര്യ പങ്കാളിത്തോടെ പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയുന്ന ഭവന നിർമ്മാണം. 3 ചേരി പുനരധിവാസം. 4 വായ്പ ബന്ധിത സബ്സിഡി ഘടകം എന്നിവയിലൂടെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പാക്കുന്നത്. അതിന് 4 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 ഗുണഭോക്തൃ കേന്ദ്രീകൃത വ്യക്തിഗത ഭവന നിർമ്മാണം. 2 അത് പുതിയ വീടുകളും മെച്ചപ്പെട്ട വീടുകളും ഉൾപ്പെടുത്തുക. മെച്ചപ്പെടുത്തലും എന്ന് പറഞ്ഞാൽ ഭവന പുനരുദ്ധാരണം ഉൾപ്പെടുത്തും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയുന്ന ഭവന നിർമ്മാണം, ചേരി പുനരധിവാസം, വായ്പാബന്ധിത സബ്സിഡി ഘടകം, ഇങ്ങനെ ഉള്ള 4 പദ്ധതികളാണ് അവിടെ ഉള്ളത്. അടുത്തത് അടിസ്ഥാന പശ്ചാത്തല സൗകര്യത്തോടുകൂടിയുള്ള 30 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കൽ, BLC, പുതിയ വീടുകൾ എന്ന ഘടകത്തിലൂടെയുള്ള സഹായമായിരിക്കും. കേന്ദ്ര സഹായത്തിൽ മാറ്റം വരുത്താതെ വീടിൻ്റെ വലിപ്പത്തിലും മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലും സംസ്ഥാന തലത്തിൽ ആവശ്യമായ മാറ്റം വരുത്താവുന്നതാണ്. വീടൊന്നിന് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന 2.5 ലക്ഷം രൂപയാണുള്ളത്. ഇതിൽ 60% തുകയും കേന്ദ്രമാണ് വഹിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപ 1 ലക്ഷം വീടുകൾ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 60% കേന്ദ്ര ഫണ്ടാണ്. ബാക്കി തുക സംസ്ഥാനവും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഹിക്കണം. ഇത്തരത്തിൽ 40% വീതം സംസ്ഥാന സർക്കാർ നഗര തദ്ദേശ സ്ഥാപനങ്ങളും 20% അവരും വഹിക്കും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 20%, സംസ്ഥാന ഗവൺമെൻറ് 20% വഹിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ 60% വഹിക്കും. എന്നാൽ സംസ്ഥാനത്ത് 28/2/2018 GOMS 29/2018 LSGD ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന ഉത്തരവോടെ വീട് നിർമ്മിക്കാനുള്ള യൂണിറ്റിന് 4 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി നോക്കൂ. ആ ഓർഡർ നമ്പർ എഴുതിക്കൊണ്ട് പോയിട്ട് അതെടുത്ത് വായിച്ച് നോക്കിയാലും മതി. 28/2/2018 GOMS 29/2018 LSGD പ്രകാരം 4 ലക്ഷം രൂപയായിട്ടാണ് എവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ വീടിൻ്റെ തുക ഉയർത്തിയിട്ടുള്ളത്. അതിൽ കേന്ദ്ര വിഹിതം 1.5 ലക്ഷം രൂപയും സംസ്ഥാന വിഹിതം 50,000 രൂപയും നഗര തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2 ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ തുകകളൊക്കെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ വീട് നിർമ്മിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ? 4 ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ? 29/2018 LSGDയുടെ ഉത്തരവ് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വരെ പറഞ്ഞു? 148 വരെ പറഞ്ഞു. ഇനി കുറച്ചധികം പേജുകളുണ്ടാവും. പകുതിയോളം പേജുകൾ ഇനിയും കിടക്കുകയാണ്. ഓക്കെ, നോക്കട്ടെ, അത് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇന്നങ്ങ് തീർക്കാൻ പാടില്ല. കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ 148 വരെയുള്ള പേജുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് അത് ചർച്ചയിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. ഇത്രയും കേട്ടതിൽ നോട്ട് ചെയ്ത് വെച്ചവർക്ക് നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിങ്ങളിൽ പലരും പല രാഷ്ട്രീയ കക്ഷിയുടെ ബാനറിൽ മത്സരിക്കാനുള്ളവരും മത്സരിക്കാൻ താല്പര്യമുള്ളവരൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുമാന പരിധി ഉണ്ടോ? വരുമാന പരിധി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണോ? അതിന് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളൂ. ലൈഫ് മിഷന് ഭൂമി കാണരുതല്ലോ. ഭൂമി ഇല്ലാത്തവർക്കല്ലേ ലൈഫ് മിഷന്റെ പദ്ധതി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, ഭൂമി ഇല്ല. കേരള സംസ്ഥാന സർക്കാർ അതിനൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ലൈഫ് മിഷൻ കൊടുക്കുന്നത്. ഫ്ലാറ്റ് അല്ലേ കൊടുക്കുന്നത്.
ഭൂമിയുള്ളവർക്ക് ഭൂമിയിൽ വീട് വെക്കാനൊരു വീട് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ അത് എത്ര രൂപ കൊടുക്കുക? അത് ഒരാൾക്ക് ഇത്ര രൂപ എന്നവിടെ പറഞ്ഞില്ലല്ലോ, അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ. അതിന്റെ 60% തുകയും കേന്ദ്ര ഫണ്ടാണെന്നല്ലേ പറഞ്ഞ. ടോക്കൺ വിഹിതമായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തലങ്ങളിൽ 1 ലക്ഷം രൂപ വീതം ടോക്കൺ വിഹിതം കൊടുത്തെന്നല്ലേ അവിടെ പറഞ്ഞുള്ളൂ. ഒരാൾക്ക് ഇത്ര രൂപ കൊടുത്തെന്ന് അവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. ഈയിടെ രമേശ് ചെന്നിത്തല ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊരു സംഘടന ഉണ്ടല്ലോ, അപ്പൊ അവര് പറയണ എല്ലാവർക്കും 10,000 രൂപ, 60 കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ കൊടുക്കണം. അപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞു ഓക്കെ, ദാറ്റ് ഈസ് എഗ്രിയബിൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കൊടുക്കുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ അത് കൊടുക്കുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം. അത് ഇവിടെ കണക്ക് പറഞ്ഞിട്ടില്ല, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിന് പ്രത്യേക ഓർഡർ ഉണ്ടെങ്കിൽ LSDയുടെ ഓർഡർ നോക്കണം പെൻഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ടിൻഡു എന്തെങ്കിലും പറയാനുണ്ടോ? ടിൻഡു KR. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മൈക്കോൺ ആക്കണം. സാറേ ചന്ദ്രൻ. ചന്ദ്രൻ സാറ് പറ. സാറേ, ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ അന്ത്യയോധ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയെ പറ്റി സാർ പറഞ്ഞു. അതായത് ചെറിയ പ്രദേശങ്ങളൊക്കെ വികസിപ്പിക്കാനുള്ള. പക്ഷെ ഇത്തരം പദ്ധതികൾ അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളത് അത് അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പം ഇടപെടുന്നില്ല സാർ. മുനിസിപ്പാലിറ്റിയില് ഒരുമാതിരിപ്പെട്ടവരൊന്നും വാർഡ് സഭയിൽ പോകാറില്ല. പോകുന്നവരൊന്നും 2020-21 പദ്ധതി മാർഗരേഖ വായിച്ചുകൊണ്ട് പോകുന്നവരല്ല. പാർട്ടി നേതാക്കള് പറയുമ്പോ എസ് അടിക്കാൻ പോകുന്നവരല്ലേ എല്ലാവരും. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഞാൻ എന്താ വെച്ചാൽ ഈ ഗ്രാമസഭകളിലാണ് സാധാരണ ഗ്രാമസഭ വിളിക്കുമ്പോൾ അവിടെയാണ് ചെല്ലാറ്. പക്ഷെ ഇതിനു മുമ്പേ പദ്ധതികളൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്ന പട്ടികജാതി വികസന സമിതി ഉണ്ടെങ്കിൽ ആ സമിതിക്ക് വേണ്ടി മറ്റ് സമിതികൾ അവർ സമാനമായ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പദ്ധതികൾ അവരുണ്ടാക്കി ഇവിടെ ഈ ഫണ്ടിനനുസരിച്ച് എഴുതുന്ന ഒരു പണി മാത്രമാണ്. അല്ലാതെ അത് വിദഗ്ധമായി. എന്നിട്ട് ഈ ഗ്രാമസഭകളിൽ വരുന്ന സാധാരണക്കാരന് ഇതൊന്നും അറിയുന്നില്ല. അവിടെ ഗുണഭോക്താക്കളെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വരുന്നത്. അപ്പം ഈ അതിലെങ്ങനെ ഇടപെടും എന്നുള്ളതാണ് നമ്മുടെ റോള്. എന്തിനാ നമ്മള് ഈ പാതിരാത്രി കുത്തിയിരുന്നത് പഠിപ്പിക്കുകയും ചെയ്യുന്നേ? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനിടയിൽ ഒരു വലിയ വാക്വമുണ്ട്. നമ്മുടെ ഇടപെടിയിൽ ഇല്ല എന്നൊരു വാക്വമുണ്ട്. ആ വാക്വം എന്ന സ്ഥലത്ത് നമുക്ക് ഇടപെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആ വിഷയത്തെക്കുറിച്ച് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് സാറ് ISROയിലെ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അല്ലേ? സാറിന് ISROയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണല്ലോ സാറിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റിയത്. അതുപോലെ ഞാൻ വക്കീലായത് എന്തുകൊണ്ടാ? എനിക്ക് LLB ഉണ്ട്, ഞാൻ എൻറോൾ ചെയ്തുകൊണ്ടാ. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഫണ്ട് വരികയും നടപ്പാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ജനതയെ നമ്മൾ ഇതുപോലെ പഠിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഇനിയും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ പദ്ധതി മാർഗരേഖയെ കുറിച്ച് ചർച്ചയ്ക്ക് വെച്ചത്. ശരി. വാക്വം ഉണ്ട് എന്നുള്ള എനിക്ക് സാറിനും അറിയാം. ആ വാക്വം എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മുടെ ചർച്ച. ഞാനിതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഞാനിപ്പം പദ്ധതി രേഖകളൊക്കെ അവിടെ ചെന്ന് മേടിക്കുമ്പോ നമ്മളൊരു വിവരാവകാശം വെച്ചാൽ ചോദിക്കുമ്പോ ഒരിക്കലും അവിടുത്തെ പദ്ധതി എമൗണ്ടും അല്ലെങ്കിൽ നടപ്പിലാകുന്ന പദ്ധതി ഇതൊക്കെ ആയിട്ടുള്ള സംഖ്യകളും തുകകളും പ്രോജക്റ്റുകളും ഒന്നും തമ്മിൽ ഒരിക്കലും മാച്ചിങ് ഇല്ല. ഇവര് അവിടെ ചെല്ലുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക പട്ടികജാതി വികസനത്തിന് വേണ്ടി നമ്മൾ അവിടെ ചെന്നാല് അത് അവരല്ല ചെയ്യണത്, മറ്റവരാണ് ചെയ്യണേന്ന് പറഞ്ഞ അവിടുത്തെ പട്ടികജാതി വികസന ഓഫീസറുണ്ട് മുനിസിപ്പാലിറ്റിയില്, അവര് പോലും അങ്ങനെ പറയണേ.
അവർക്കൊന്നും വ്യക്തമായ ധാരണയില്ല. ആ വ്യക്തമായ ധാരണ അവർക്കുണ്ട് സാർ. വിഷയം എന്താണെന്നറിയുമോ? ആ തിരിച്ചു ചോദിക്കാൻ നമുക്ക് വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പം സാറിനോട് ചോദ്യം ചോദിച്ചു, സാർ എന്നോട് തിരിച്ച് ചോദിക്കാൻ സാറിന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. ഒരു ചോദ്യം വ്യക്തമാണ്. ഈ പഞ്ചായത്തിൽ, ഇപ്പം ഞാൻ താമസിക്കുന്ന കടമക്കുടി പഞ്ചായത്തിലാണെങ്കിൽ, കടമക്കുടി പഞ്ചായത്തിൽ അന്ത്യോദയ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി എത്ര രൂപ വന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റാത്തിടത്തോളം കാലം ആൻസറുകളെല്ലാം ഇങ്ങനാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പ്രോജക്റ്റിന് വേണ്ടി നമ്മുടെ ഈ പഞ്ചായത്തിലെ 14-ാം വാർഡിലേക്ക് എത്ര രൂപയാണ് സാർ ചെലവാക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മുടെ ചോദ്യത്തിനൊന്നും വ്യക്തമായ മറുപടി കിട്ടത്തില്ല. കാരണം ചോദ്യം വ്യക്തമല്ല. സാറേ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇവിടെ പദ്ധതി തയ്യാറാക്കുമ്പോ പദ്ധതികൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ടേബിൾ വർക്കാണ്. ഒരിക്കലും യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ടല്ല. ഇനി ഇത് വരുമ്പോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പലപ്പോഴും ഇപ്പം ഹൗസിംഗ് ഇവിടെ ചെന്ന് വെച്ചാൽ എല്ലാം ഇപ്പൊ ലൈഫിലാണെന്ന് പറഞ്ഞില്ലേ, പല പദ്ധതികൾ ലൈഫിലേക്ക് കണക്ട് ചെയ്യണം. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കൽ മാത്രമാണ് ഇവർക്കുള്ള. ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുമായി അടുത്ത് ബന്ധപ്പെട്ടത് 94-95 കാലഘട്ടത്തിൽ ഇതിന്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന സമയത്ത് ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനു വേണ്ടി കിലയിൽ പോവുകയും ഗ്രാമസഭകളിൽ പോയി ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ ഒരു ഇതുണ്ടായത്, ഈ ഗുണഭോക്താക്കളെ ഇപ്പം ഒരു വാർഡ് മെമ്പറാണ്, ആ വാർഡ് മെമ്പർക്ക് ആ വാർഡില് മറ്റൊരിടത്ത് എത്ര ഗുണഭോക്താക്കളെ കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം ഗുണഭോക്താക്കളെ ഇയാൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചവരുണ്ട്. പ്രശ്നം അതല്ല സാർ. 2021 എന്ന് പറഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏതൊക്കെ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ല നമ്മുടെ ആൾക്കാർ ഗ്രാമസഭയിൽ പോകുന്നത്. നമ്മൾക്ക് പശുവാണ് ആവശ്യം, നമ്മൾ പശുവാണ് പോയി ചോദിക്കുന്നത്. അവിടാണ് പ്രശ്നം. അപ്പോൾ 2021-22-20-21 മാർഗരേഖയെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ നമ്മൾ പദ്ധതികൾ ടേബിൾ വർക്കായി മാറുമ്പോഴാണ് നമുക്കിത് കിട്ടാതെ വരുന്നത്. അതിൻ്റെ പരിഹാരം എന്താണ്? നമ്മളെപ്പോലെയുള്ള അല്പമെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പദ്ധതി മാർഗരേഖ മനസ്സിലാക്കുകയും അതിന് വകയിരുത്തിയ ഫണ്ട് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വി മസ്റ്റ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. ശരി, ഇതിന് വേറെ റെമഡി ഒന്നുമില്ല. അല്ലാതെ നമ്മള് പൊതുജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ? എഡ്യൂക്കേറ്റഡ് ആ നമുക്കിത് അറിയത്തില്ല, പിന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പൊതുജനങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ശരി ശരി. യെസ് ടിൻഡു എന്തെങ്കിലും പറയുന്നോ? പറയണ്ട സാറേ. ശരി, കേക്കട്ടെ. നമ്മളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വാർഡ് തലത്തില് നമ്മൾ ഗ്രാമസഭ കൂടുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാമസഭയുടെ പ്രോജക്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് ഈ പട്ടികജാതിക്കാർക്കായിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത് ഏതാനും പിള്ളേർക്ക് കൊടുക്കുന്ന പഠനോപകരണം മാത്രമാണ്. പഠനോപകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ച്, ഡെസ്ക് അതുപോലത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾക്ക്, ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ്. ഇതല്ലാതെ ജനറൽ ഇതിലും അല്ലാതെയും എസ്-സിക്കാർക്ക് ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു പ്രോജക്റ്റിലും ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല, ഒരു വിഹിതവും കിട്ടിയിട്ടില്ല. അതിന്റെ വിഷയം എന്താ അറിയാമോ ടിൻഡു? പറഞ്ഞോ. നമ്മള് ഗ്രാമസഭയിൽ പോയിരിക്കുന്നത് 1-ാം ക്ലാസ്സിലെ കുട്ടി പോകുന്ന പോലെ ഒരു ക്ലീൻ സ്ലേറ്റുമായിട്ടാണ്. സാറ് പറയുന്നത് ആ എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ എ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ എഴുതി തുടങ്ങുക ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പ്രിപ്പയർഡ് ആയിട്ടല്ല നമ്മൾ ഗ്രാമസഭയിൽ പോകുന്നത്, പക്ഷെ അവർ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്.
നമ്മളെ എങ്ങനെ വഹിക്കാം എന്ന് പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ വരുന്നത്. 2020-21 പദ്ധതി മാർഗരേഖ ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ചതാണ്. നമ്മൾ ആരെങ്കിലും എടുത്ത് വായിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തോ ഇതുവരെ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല. 10-25 വർഷമായിട്ട് ത്രിതല പഞ്ചായത്ത് നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ഈ 25 വർഷം നമുക്ക് എന്തായിരുന്നു ജോലി? നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നമുക്കതിന്റെ ആവശ്യമില്ല. യഥാ പ്രജ തഥാ രാജ എന്നാണ് ഭരണം. യഥാ പ്രജ തഥാ രാജ. ഒരു വിഷയത്തെക്കുറിച്ച് വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ ഭരണം നന്നാവൂ. ഭരണകർത്താവിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ ബോധവൽക്കരണം നേടിയാൽ മാത്രമേ നാട് നന്നാവൂ. ഒരു തർക്കവുമില്ല. നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്തിൽ വിവരാവകാശം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ അവസാനം ജില്ലാ പഞ്ചായത്തിൻ്റെ വിവരാവകാശം കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വീണ്ടും ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത് തരാം. ഓരോരുത്തരും പഠിക്കുക, വിഷയങ്ങളിൽ ഇടപെടുക. നിങ്ങളുടെ പഞ്ചായത്തിലെ വിഷയങ്ങളിൽ നിങ്ങൾ തന്നെ ഇടപെടണം. അതുപോലെ സാറേ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് നമ്മൾ പത്രത്തിൽ വലിയ വാർത്ത വന്നത്. അതൊക്കെ വായിച്ചിട്ട് നമുക്ക് വലിയ നിരാശയാണ് തോന്നിയത്. കാരണം 350 കോടി രൂപ മറ്റേ ലാപ്സായി പോയെന്ന് പറഞ്ഞത്. പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഫണ്ടും പ്രോജക്റ്റും ഒക്കെയാണ്. പക്ഷെ അതൊന്നും കിട്ടാതെ ഒരു നിരാശയും വരേണ്ട കാര്യമില്ല. 15 വർഷം കൊണ്ട് ബഡ്ജറ്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാം ബഡ്ജറ്റിനെ കുറിച്ച്? ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ് അല്ലേ? 10 പൈസ തരണ്ടല്ലോ. ഡേറ്റ കൊണ്ടേ കയറിയിരിക്കാമല്ലോ. എത്ര പേര് വന്ന്? 9 പേരല്ലേ വന്നോളൂ. ഒരു നിരാശയുടെ ആവശ്യമില്ല. കണക്കിലെ കഴിഞ്ഞ 3 വർഷമായിട്ട് 1200 കോടിയോളം പോയിട്ടുണ്ട്. 1200 കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ബഡ്ജറ്റാ. 1600 കോടിയാ ഈ വർഷത്തെ ബഡ്ജറ്റ്. അത് പദ്ധതികളില്ലാതെ ആളുകളില്ലാതെ ലാപ്സായി പോകുന്ന, അല്ലെങ്കിൽ നടപ്പിലാക്കാതെയും പോകുന്ന ഫണ്ട് തന്നെ. അല്ലാതെ വകമാറ്റി ചെലവുകൊണ്ട് വേറെയും കാണും. ഒത്തിരി കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെ സാറേ ഞാൻ പറഞ്ഞത്. മാസ് എഡ്യൂക്കേഷൻ എന്നല്ലാതെ ഇതിനൊന്നും വേറെ റെമഡി ഇല്ല. കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു വാർഡിൽ മിനിമം 5 പേരെങ്കിലും ഇത് പഠിക്കുകയും ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യണം. 24,000 വാർഡുകളുണ്ട് കേരളത്തിൽ. ഒരാൾ എവിടെ പോയി പഠിപ്പിക്കും 365 ദിവസം കൊണ്ട്? എവിടൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഒരാൾക്ക്? നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ നെറ്റ് വഴി ക്ലാസ് എടുത്ത് ബോധവൽക്കരണം കൊടുക്കുകയും നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളും കൂടി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മുടെ പ്രാദേശിക തലത്തിൽ ഇപ്പം ടിൻഡു ഏത് വാർഡിലാണോ ഉള്ളത് ആ വാർഡിൽ നിന്ന് 4 പേരെങ്കിലും ടിൻഡു ബോധവൽക്കരണം കൊടുക്കണം. ഞങ്ങളിപ്പോ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അറിയാനും അഭിപ്രായങ്ങൾ പറയാനും തുടങ്ങിയത് ഞങ്ങൾ ഈ അടുത്തൊരു അയൽക്കൂട്ടം രൂപീകരിച്ച്. പുരുഷന്മാരുടെ അയൽക്കൂട്ടമാണ്. പട്ടി പുരുഷ സ്വയം സഹായ സംഘം എന്നുള്ള ഒരു അയൽക്കൂട്ടം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഫണ്ടിങ്ങും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരു സുഹൃത്താണ് എന്നെ ഇപ്പോ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സാറിന്റെ ക്ലാസ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യണം കേട്ടാന്ന് പറഞ്ഞത്. ഇല്ല, എന്റെ വീട് ചേർത്തല, അരിക്കുറ്റി. ശരി. ഈ ക്ലാസ് നമ്മൾ മാർച്ച് മുതലേ ഇതുപോലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാ. ഇപ്പം 35 പേര് വരെ നമ്മുടെ ക്ലാസ്സിൽ അന്ന് വന്നുകൊണ്ടിരുന്ന, ഇപ്പം 9 പേരായി ചുരുങ്ങി. കാരണം എന്താ? നമ്മൾ സൗജന്യമായിട്ട് ചർച്ച ചെയ്ത് കൊടുത്താലും ആർക്കും ഇത് ആവശ്യമില്ല. പിന്നെ ഇത് ആരോടാ പറയുന്നത്? നമുക്കിതിപ്പോ അത്യാവശ്യമാണ്, നമുക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഏത് ലിങ്കിലാണ്? നാളെ 8 മണിക്ക്. ഈ ലിങ്ക് തന്നെയാണോ അപ്പോ? ഇതേ രീതി തന്നെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ലിങ്ക് തന്നെ ആയിരിക്കും അപ്പോ? അല്ലല്ല, നെക്സ്റ്റ് നാളത്തെ ലിങ്ക് നാളെ ഇടും. ഓക്കെ. ഗൂഗിൾ അല്ലേ? ഗൂഗിൾ ആകുമ്പം ആ സമയത്തുള്ള ലിങ്കാ. മുൻകൂട്ടി ലിങ്ക് ഇടാം, പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഓക്കെ സാറേ, ശരി. സന്ദീപേട്ടാ എന്തേലും പറയാനുണ്ടോ? ഓഫീസാറ് പറ. സന്ദീപേട്ട ഓണാക്കി വരുമ്പോ സമയമാവും. നമ്മുടെ ഈ പദ്ധതികളെ പറ്റി അറിയുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനു വേണ്ടി തന്നെ ഒരു വാർഡ് സഭ കൂടുന്നുണ്ട്.
അല്ലേ? ആ ആ വാർഡ് സഭയിലാണ് ഈ പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ള രൂപരേഖ പറയുക. ഇല്ലെങ്കിൽ രൂപരേഖ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പ് തന്നെ നമുക്ക് തന്നെ വരണം അങ്ങോട്ട് പറയാം, 2 ദിനത്തിൽ വേണമെന്ന് പറയാം. അത് വെച്ചിട്ടാണ് അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ത്രിതല പഞ്ചായത്തിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുന്നതുള്ളൂ. കാരണം ഒന്നും ഞങ്ങൾ അറിയുന്നില്ല, കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പിൽ പോകുന്നില്ല. അതാണ് നമ്മൾ അറിയാത്തതിന്റെ പ്രധാന വിഷയം. കുറ്റം പറയല്ല, പക്ഷെ പല ആളുകൾക്കും ആ സമയത്ത് പല അസൗകര്യങ്ങളും വരും, പോകില്ല. ഇത് കൃത്യമായിട്ട് പോവുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നമുക്ക് വിവരങ്ങളെല്ലാം അറിയാൻ പറ്റും. വിവരങ്ങളൊക്കെ അടുത്ത വർഷത്തെ എന്തൊക്കെ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമുക്ക് ഒരു വാർഡില് എത്ര പേര് പിന്നെ ഈ വർഷം ഡിഗ്രിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രൊഫഷണൽ ക്ലാസ്സുകളിൽ പോകുന്നുണ്ട് നമുക്കറിയില്ല. ഇപ്പൊ അറിയുമോ? ഓരോരുത്തർക്കും അറിയില്ല. അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അവിടെ അവർക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ BPL മുകളിലുള്ളവർ നമ്മൾ സാധാരണ ഗതിയിലുള്ളൂ. കാരണം അവരുടെ ഒരു ഗ്രേഡിങ് സമയത്ത് ഏറ്റവും എന്താണ് വരുമാനം കുറവുള്ള വീടുകളിലേക്ക് അവരുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കുക. അത് അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ നേരത്തെ അറിയണം. നമുക്കറിയില്ല എത്ര പേര്. അപ്പൊ ഒരു ബഡ്ജറ്റ് സമ്മതി പെടുത്തിയിട്ടുണ്ടാകും. അതായത് പലരും മനസ്സിലായി. ഞാൻ പറഞ്ഞ ഒരു വാർഡിലെ വാർഡ് സഭകൾ, 2 വാർഡ് സഭകളിൽ വരുന്നത് ഏതാണ്ട് 700 കൂടുതൽ ആളുകളുണ്ട് അവിടെ. 700 അവിടെ വരുന്ന ആകെ 30, 40, 50 പേര് വരുള്ളൂ. അതിൽ കൂടുതൽ വരില്ല. അപ്പൊ അത് വെച്ചാൽ അവർ പാസ്സാക്കും. അപ്പൊ വരുന്ന ആൾക്കാരുടെ അത് പിന്നെ ഇതുപോലെ ആരും അറിയിക്കുന്നില്ലല്ലോ. ആളുകൾ അറിയണം താല്പര്യമില്ല. അറിയിച്ചാൽ തന്നെ അവരകത്ത് പങ്കെടുക്കില്ല. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ പോലെ ആളുകൾ വരുന്നില്ല. ഇത് നമ്മൾ എത്ര കാലത്ത് തുടങ്ങിയിട്ട് എണ്ണം കുറയല്ലാതെ കൂടുന്നില്ലല്ലോ. ഈ വരുന്ന മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പുതിയ ആളുകൾ വരും. ഞാൻ പറഞ്ഞ അടുത്ത ദിവസം കൊണ്ട് ഞങ്ങൾ 5 പേരെ കൊണ്ടുവരും, എന്റെ വാർഡിൽ നിന്ന് കൊണ്ടുവരും പറഞ്ഞു പോയ ആളുകൾ ഇതിനകത്ത് കാണാനേ തന്നെയില്ല. അവരെയും കാണുന്നില്ല, പുതിയ ആളുകളും കാണുന്നില്ല. അപ്പൊ ആ സ്ഥിതി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് അത് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഞാനിതിന് പോകാൻ തന്നെ കാരണം ഇത് എന്ത് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 വർഷം മുമ്പ് ജോലി ഇരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വാട്സപ്പുകളിൽ വെറുതെ പോയി പറഞ്ഞു. എന്താണെന്ന് അറിയാൻ ഞാൻ കുറിച്ച് പോരായുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ബിസിനസ് സമിതിയുടെ കൺവീനറാണ്. കൺവീനർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പല കാര്യങ്ങളും എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എന്നെ അവർ പലതും മറച്ചു വെക്കുന്നുണ്ടാവും. പല കാര്യം നമ്മൾ കൊടുക്കുന്ന സാധനം എക്സാമ്പിൾ പറയാം. വാർഡില് ഒരു ഞാൻ പറഞ്ഞാൽ ഒരു വാർഡിലെ ഒരു കൗൺസിലർക്ക് താല്പര്യമുള്ളത് അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ വീട് പണിയുക, അതുപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുക, മതിൽ പൊളിക്കുക, കെട്ടുക, ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. അപ്പൊ അതിനുവേണ്ടി റോഡ് നന്നാക്കല്. റോഡ് നന്നാക്കുന്നവർക്ക് ആ വാർഡിലെ മുഴുവൻ റോഡും നന്നാക്കി. എന്നിട്ടും ഈ വർഷം ബഡ്ജറ്റ് അതിൽ 27 വാർഡ് ഈക്വൽ ആയിട്ട് യൂസ് കൊടുക്കുക. അവിടെ എന്താണ് അവർക്ക് ആവശ്യം എന്ന് അറിയാതെ കൊടുക്കുക. ആ ഫണ്ട് അലോട്ട് ചെയ്ത റോഡ് വികസനത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഫണ്ട് പിന്നെ എത്ര ലക്ഷങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ ഈക്വൽ ആയിട്ട് നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഈക്വൽ ആളെ കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ ചെയ്യണം. ആ വീട്ടിൽ ആ വാർഡിൽ ചിലപ്പോൾ പട്ടികക്കാർ കുറവായിരിക്കും. ഇപ്പൊ വീടിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ വേറെ വാർഡിൽ അതിൽ രൂക്ഷമായിട്ടുള്ള അവിടെ കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് ഈ മെമ്പർമാർ തമ്മിലുള്ള ഐക്യം. അങ്ങനെ ആ കാര്യത്തില്ല. കാരണം വീതം വെക്കുന്നതിന് ഭയങ്കര ഐക്യമില്ല. കാരണം ഇതിനകത്താണല്ലോ അവർക്ക് ഗുണഭോക്താക്കൾ അവരാവുന്ന അവിടെയാണല്ലോ. അല്ലാതെ വേറെ ഗുണം കിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള വീതം വെക്കുകൾ ഒത്തിരി നടക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വാർഡിലൊരു 2 വർഷം മുമ്പ് ഒരു റോഡെല്ലാം ശരിക്ക് ടാർ ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. അപ്പൊ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. തിരുവനന്തപുരം നമ്മുടെ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റിൽ 3 ലക്ഷം രൂപ മാറി. നമ്മുടെ ബഡ്ജറ്റിൽ മറ്റ് പല സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് 3 ലക്ഷം മാറ്റിയപ്പോൾ ആ ഫണ്ട് പലരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത സാധനം ഒരു 10-27 കാര്യങ്ങൾ നമ്മളതിനകത്ത് പറഞ്ഞിരുന്നു. അതിനകത്തെല്ലാം മാറ്റി 3 ലക്ഷത്തിന്റെ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തുള്ള മുഴുവൻ 5-6 പദ്ധതികൾ അത് അവരുടെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഭരിക്കാൻ ബുദ്ധിമുട്ട്. നമുക്ക് ആരോട് ചട്ട പിടിക്കാൻ പറ്റും? അവിടെ പോയിട്ട് സാറ് പറഞ്ഞ എല്ലാ വിവരാവശ്യം കൊടുക്കാറില്ല. അവിടെ പോയി ചോദിച്ചാൽ തരും. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെന്നും വാർഡ് സഭയിൽ പോകുന്നു അവർക്കറിയാം. ആരും മെനക്കെടാറില്ല അങ്ങനെ പോകാനായിട്ട്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ പോകണം. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അടിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അഴിച്ചിട്ട് പൊട്ടിച്ച് അപ്പൊ തന്നെ അവിടെ കൊടുക്കുക. അത് തന്നെ അക്നോളജിന് മേടിക്കുക. അതിന്റെ മറുപടി എന്നുള്ളത് നമ്മള് ഈ രജിസ്റ്റേർഡിലായിട്ടുള്ള നിർബന്ധമൊന്നുമില്ല. സാധനം വിവരാവകാശം രജിസ്റ്റേർഡിലായിട്ടുള്ള സത്യം നിങ്ങളുടെ പഞ്ചായത്തില് അപ്പൊ തന്നെ തരില്ല, പെട്ടില്ല, അങ്ങനെ രണ്ടോട് പറഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ പോയി ടൈപ്പ് ചെയ്ത് റെഡി ഒപ്പിട്ടിട്ട് റെഡിയാക്കി അപ്പൊ തന്നെ സ്റ്റാമ്പൊട്ടിച്ച് അവിടെ കൊണ്ടുവരും. കോപ്പി അക്നോളജ് തരാൻ അത് മേടിക്കില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4-ാം ദിവസം സാർ അയക്കണ്ട, ഞാൻ അയക്കണ്ട, നിങ്ങളുടെ ഓഫീസിൽ ആള് പിന്നെ ഓഫീസർ മേടിച്ചില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും?
ഞാൻ കൊണ്ടുവന്ന് നേരിട്ട് കൊടുക്കാം, താഴ്മയോട് കൊണ്ട് എന്റെ 40 രൂപ കളയാൻ ഞാൻ മേടിച്ചില്ല. അപ്പൊ എനിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇടപെടുന്ന ആളാന്ന് അറിഞ്ഞാലും അവർ തരുവുള്ളൂ ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. മറ്റേത് അവർക്ക് തരണമെന്ന് താല്പര്യമില്ല. വേറെ കാര്യം, നേരത്തെ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, ഒരു RTA മറ്റേ ഒരു അഡ്വക്കേറ്റ് സ്റ്റേറ്റിലെ ഒരു RTA ബിനു എന്നൊരു പേരുള്ള ഒരു അഡ്വക്കേറ്റ്, കാരണം അറിയാം ഹൈക്കോടതിയിലുണ്ടെന്ന് തോന്നുന്നു. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പുള്ളിയുടെ ഒരു പറയുന്നുണ്ടായിരുന്നു, ഇത് എങ്ങനെ തരാതിരിക്കുന്ന അവര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അത് ഫയല് കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്ത് CBI കൊണ്ടുപോയി മറ്റൊരു കൊണ്ടുപോയി പറയും. ഇതൊരു സാധനം കൊണ്ടുപോയിട്ടില്ല. അവർ കേവലം ഇത് കൊടുക്കുമ്പോൾ എല്ലാം കോപ്പി എടുത്തിട്ട് കൊടുക്കുള്ളൂ, ഇതൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ല. അതിന്റെ കോപ്പി എന്നാൽ നമുക്ക് ഒറിജിനൽ വേണമെന്നല്ലല്ലോ ചോദിക്കുന്നത്. എന്ത് പേപ്പർ കൊടുക്കും ആ പേപ്പറിന്റെ കോപ്പി എടുത്തിട്ട് അക്നോളജ് ചെയ്ത് അറിയാലോ, ഓഫീസിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത് ആണോ? ഒരു അതോറിറ്റി വന്ന് ഒറിജിനൽ ഡോക്യുമെന്റ് കൊണ്ടുപോകണമെന്ന് പിന്നെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കോപ്പി എടുത്തു വെച്ചിട്ട് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓഫീസ് കോപ്പി എടുത്തു വെച്ചിട്ട് ഒറിജിനൽ അവരെ കൊടുത്തിട്ട് അക്നോളജി അവരെ കൊടുത്തൊന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ മൂവ്മെന്റ് രജിസ്റ്റർ ഇല്ല, എങ്ങനെ കണ്ടെത്തി സാധനം പോയി ശരിയല്ലേ? സാധാരണഗതി അങ്ങനെ ചെയ്യാമല്ലോ, സാധാരണഗതി അങ്ങനെ ചെയ്യാമല്ലോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവന് 2 വർഷം കഴിഞ്ഞിരുന്നെങ്കിൽ രേഖയില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെയാണ് ചെയ്യുന്നത്. പലതും അവർ അങ്ങനെ ചെയ്യും. പറയുമ്പോൾ ഒഴിവുകൾ ഒത്തിരി ഉണ്ടാവും. നമ്മളുടെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവണം. സിന്ധുവിനെ പോലുള്ള ഒരു 10 പേര് ആ വാർഡിലുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് മൂവി പോകും. അത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങൾ പ്രശ്നക്കാരാക്കണമെന്നല്ല പറഞ്ഞു. നമ്മുടെ ഫണ്ടുകളും നമ്മുടെ വിനിയോഗത്തിലും ഞങ്ങളും കൂടി ഇടപെടുക ബോധ്യം അവർക്കുണ്ട്. അതിന് രാഷ്ട്രീയം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അവർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അവർ ചെയ്യാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇടപെടുന്നത്. അവരെല്ലാം കൃത്യനിഷ്ഠമായിട്ട് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ. പട്ടികക്കാരനായ വാർഡിലെ പട്ടികക്കാരായിട്ടുള്ള വാർഡ് മെമ്പർ പോലും ചെയ്യുന്നില്ല ഈ വിഷയം. അവർ രാഷ്ട്രീയമാണ് ആദ്യം പറയുന്നത്, അവരുടെ താല്പര്യം പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ വാർഡിൽ ഇപ്പോൾ ഉണ്ടാക്കി നമ്മളെവരെയൊക്കെ ഉണ്ടാക്കി പിന്നെ മുനിസിപ്പാലിറ്റിയിൽ എല്ലാം കൂടി രേഖ ഉണ്ടാക്കി ഫൈനൽ സാധനം കൊടുക്കുന്നതിന് മുമ്പ് വാർഡ് പിന്നെ ചെയർപേഴ്സൺ രാവിലെ നാളെ ഇന്ന് പ്രസന്റ് ചെയ്യണമെന്ന് അതേപോലെ ഞാനിതൊന്ന് കൊണ്ടുപോയി പാർട്ടി വെച്ച് പോയിട്ടെ ഓരോന്ന് കാണിച്ചിട്ട് കൊണ്ടുവരുള്ളൂ. നമ്മൾ വെച്ചാൽ തീരുമാനം നമ്മളെല്ലാം എടുക്കണേന്ന് ചുരുക്കം. ഇത് കൊണ്ടുപോയി എന്ന് പാർട്ടി കൊടുത്തില്ലേ, അവരൊന്നും കാണിച്ചിട്ട് ബോധ്യപ്പെടുത്തിട്ട് നമ്മൾ കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഈ സംഭവം? ഞാൻ പാർട്ടി രാഷ്ട്രീയത്തെ കുറ്റം പറയല്ല, പക്ഷെ രാഷ്ട്രീയം മാത്രമായിട്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. അന്നത്തെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ പഠിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഈ സാധനം. നമുക്ക് നമ്മളെ പറ്റുന്നൊന്നുമില്ല. നമുക്ക് രാഷ്ട്രീയം നിങ്ങൾ അതുപോലെ പോയിപ്പോ അപ്പൊ ഈ സാധനം നടക്കില്ല, ഒരു കാലത്ത് നടക്കില്ല. കാരണം അതാണ് ചരിത്രം കാണിക്കുന്നത്. സത്യമായിട്ട് നിങ്ങൾക്ക് ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും നോക്കണം. ഈ ഫണ്ട് ഉപയോഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാം. ഏത് സഭയിലും പറയാം, ആരും വേണ്ട. ഇപ്പോഴത്തെ ഇത്ര സുതാര്യമായിട്ട് വേറെ സാധനം ഇല്ല. അവർ തരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വേറെ മാർഗങ്ങളുണ്ടെന്നേ. അത് ചെയ്യാം. എല്ലാത്തിനും RTA പോകേണ്ട കാര്യമില്ല. അവർ വില തരും. അവർ തരുന്ന സാധനമാണ്. രേഖ ചോദിച്ചാൽ തരാൻ അവിടെ ആളുണ്ട് അതിനകത്ത്. RTA ആള് റിപ്പോർട്ട് തരാൻ മാത്രമല്ല, നമ്മൾ ചെന്നാൽ ചോദിച്ചാൽ ഞാനൊരു ഇന്ന വാർഡിലെ മെമ്പറാണ്, ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ പോലും രേഖ തരണം, ഫോട്ടോകോപ്പി തരണം. നമ്മൾ ആവശ്യമുള്ള സാധനം ഒരു പേര് അതിന് 40 രൂപ പൈസ മുടക്കി, പിന്നെ 10 രൂപ സ്റ്റാമ്പ് പൊട്ടിച്ച് ടൈപ്പ് ചെയ്ത് എല്ലാം 100 രൂപ മുടക്കി അവന് കൊടുക്കാൻ ഏത് തരാൻ ഞാൻ നമ്മുടെ വാർഡിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ലേ? പിന്നെ പഞ്ചായത്തിലേക്ക് നമ്മൾ കരടച്ചിട്ടില്ലേ ചെയ്യുന്നത്? എന്താ അവിടെ തരാൻ പാടുള്ളത് ചോദിച്ചാൽ അതിനുവേണ്ടി പിന്നെ റവന്യൂ സ്റ്റാമ്പ് പൊട്ടിക്കണ അല്ലെങ്കിൽ സ്റ്റാമ്പ് പൊട്ടിക്കണ കാര്യമൊന്നുമില്ല. തരേണ്ടതാണ്, ചോദിച്ചാൽ തരും. സന്ദീപ് ഏട്ടാ, ഈ ആദ്യത്തെ പാരാഗ്രാഫിലെ അതൊന്ന് വിശദീകരിക്കാവോ? ആദ്യത്തെ പാരഗ്രാഫോ? ആദ്യത്തെ നമ്മുടെ പ്രാദേശിക സർക്കാർ സാധാരണ വിഹിതം, അടിസ്ഥാന വിഹിതം, ഗ്രാന്റ്, ഇതൊക്കെ എന്താണ്? Don't worry, I will explain detailedly. Okay. നോക്കൂ, ഈ ടേബിൾ ആയിരിക്കും പറഞ്ഞല്ലേ സന്ദീപ് ഏട്ടാ? ഈ ടേബിൾ ആയിരിക്കും പറഞ്ഞത്.
നിങ്ങൾ ഉദ്ദേശിച്ച ടേബിൾ ഇതായിരിക്കും അല്ലേ? അല്ലേ? നോക്കൂ, വിവിധ തലങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും വകയിരുത്തിയിട്ടുള്ള തുക. ഒന്നാമത്തെ കോളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? 1 ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 ജില്ലാ പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റി, 5 കോർപ്പറേഷൻ. ഇതിൽ പൊതുവിഭാഗത്തിനുള്ള തുകയാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. പൊതുവിഭാഗത്തിനുള്ള തുകയിൽ ഏതൊക്കെ വരും? സാധാരണ വിഹിതം വരും. സാധാരണ വിഹിതം എന്ന് പറഞ്ഞാൽ ഇത് പദ്ധതി ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക സാധാരണ വിഹിതം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തുകയാണ് 3ഉം 4ഉം കോളം. 5ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ KUSDP. 6ാമത്തെ കോളം പട്ടികജാതി വിഹിതം. 7ാമത്തെ കോളം പട്ടികവർഗ വിഹിതം. ഇതാണോ ഉദ്ദേശിച്ചത്? അതെ. അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ തുകയാണ് ആദ്യത്തെ റോയിൽ കൊടുത്തിട്ടുള്ളത്. 2ാമത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ള. 3ാമത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകൾക്കുള്ള വീതം. ഒരു ജില്ലാ പഞ്ചായത്തിലെ വീതമല്ല കേട്ടോ, മൊത്തം ജില്ലാ പഞ്ചായത്തിലെ വീതം. ഓരോ ജില്ലാ പഞ്ചായത്തിലെയും വീതം നിങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അത് പ്രത്യേകം നമുക്ക് പറഞ്ഞു തരാവുന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ സർക്കാരിന്റെ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണല്ലോ. നമ്മൾ ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ത്രിതല പഞ്ചായത്തി സംവിധാനം തുടങ്ങിയിട്ട് 10-21 വർഷമായി. നമ്മൾ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മുടെ യുവാക്കളെല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഇത് ചർച്ചയ്ക്ക് എടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകളിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിന്റെ വീട്ടിൽ പോയിട്ടോ, ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, വാർഡ് മെമ്പറുടെ വീട്ടിൽ പോയിട്ടോ ഈ വിഷയവുമായി നമ്മൾ കൃത്യമായ ഇടപെടൽ നമ്മൾ നടത്തുമെന്ന് വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും മനസ്സിലായാൽ ഫണ്ടുകൾ ലാപ്സ് ആകില്ല. നമ്മൾ പ്രശ്നം ഉണ്ടാകുമെന്നല്ല പറയുന്നത്. പിന്നെ ഇനി വീണ്ടും സമയം കുറയായി, ചോദിക്കണോ? പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഇപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് വിഹിതമുണ്ട്. ഇപ്പൊ നമ്മളൊരു ഇന്ന പ്രൊപ്പോർഷൻ ഓരോരുത്തരുടെയും പറഞ്ഞു, ഓരോ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ അങ്ങനെ ഓരോ ഏജൻസികളുടെ പറഞ്ഞു. നമ്മളിപ്പോ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഈ എല്ലാ ഇപ്പൊ ഒരു വീട് പണിയാണ്, വീടിന് ഈ വ്യത്യസ്ത തലങ്ങളിലെ ഏജൻസികളുടെ എല്ലാവരുടെ വിഹിതവും ചേർക്കണ്ടല്ലോ. ഇപ്പൊ കേരളത്തിന്റെ സ്റ്റേറ്റിന്റെ വിഹിതമാണ് ആദ്യമുള്ളതെങ്കിൽ ഒരു വീട് പണിയാൻ വേണ്ടി 4 ലക്ഷമാണ്, ആ 4 ലക്ഷം അതിൽ നിന്ന് എഴുതി കൊടുക്കാമല്ലോ. യെസ്, അത് നമുക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അത്ര, സംസ്ഥാന സർക്കാർ വിഹിതം അത്ര നമ്മൾ ചോദ്യം വേണ്ടല്ലോ. 4 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയുടെ വിഹിതമാണെങ്കിൽ 4 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതിയല്ലോ. അല്ല, ഞാൻ പറയുന്നത് പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഇത് കേന്ദ്ര വിഹിതം വന്നിട്ടില്ല, നിങ്ങൾക്ക് ഗഡു തരാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ പറയത്തൊന്നുമില്ല. പറയില്ല. അതല്ല, ഇതിപ്പം ഓരോ വിഹിതവും ഓരോ സമയത്ത് അലോട്ട് ചെയ്യുന്നത്. ഇപ്പൊ വീട് വെക്കുന്നതിന് അഡ്വാൻസ് പേയ്മെന്റ് അവർ കൊടുക്കുന്നില്ല. അത് ഓരോ പദ്ധതികളുടെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നടപ്പിലാക്കില്ല, നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചെലവഴിക്കും, അങ്ങനെയൊക്കെ ഇടപെടുന്നതിലുകൾ ഈ ഓരോ വ്യക്തികൾക്ക് വേണ്ടി നടത്തുന്ന പോലെയാണത്. പദ്ധതിക്ക് എന്താണോ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയി കൊടുക്കാതെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് കൊടുക്കണമെന്ന് ആ മാർഗരേഖ പറഞ്ഞിട്ടില്ലല്ലോ. മാർഗരേഖയിൽ പദ്ധതി തുക അഡ്വാൻസ് ആയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മാർഗരേഖ നോക്കി, ഇത് മാർഗരേഖയല്ല. അല്ല, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അഡ്വാൻസിനെ പറ്റി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കൊടുക്കാനും പറഞ്ഞിട്ടില്ലല്ലോ. കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരാള് വീട് പണിയുന്നത് അയാൾക്ക് സാമ്പത്തിക സഹായത്തിന്, അയാൾ വീട് പണിതാലേ അവസാനത്തെ കാശ് കൊടുക്കുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ. അയാൾക്ക് വീട് പണിയുന്നു, അതിന് ഗവൺമെന്റ് സഹായം കൊടുക്കണമെന്നാണ്. അപ്പൊ പിന്നെ അയാൾക്ക് അഡ്വാൻസ് കൊടുക്കാൻ ഒരാളുടെ കയ്യിൽ കാശ് ഇല്ലാത്തതുകൊണ്ടല്ലേ. വിശദമായ ജിയോ LSTD-ൽ ഇറങ്ങി കാണും. ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പണം കൊടുക്കാമെന്ന് വിശദമായ ജിയോ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഉണ്ട് ഓരോ സ്റ്റേ ഉണ്ട്, അവര് തറ ഇന്നത് എന്നൊക്കെ പറയണ്ട. അതായത് ചിലര്
ഇനി വേറൊരു കാര്യം, ഇനി നമുക്ക് ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡോ മൂത്രപ്പുരയോ പണിയണമെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം രൂപയാണ്. ആ സ്ഥാനത്ത് ഒരു വീട് പണിയാൻ വേണ്ടി ഇവര് 4 ലക്ഷം രൂപ കൊടുക്കണേ. ഇതിനെ പറ്റി എന്ത് പറയണേ? അതെങ്ങനെയാ നമ്മൾ അതിൽ ഇടപെടാ? ഇതിനെ പറ്റി നമ്മൾ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി അധികാരം പങ്കാളിത്തമാക്കിയതിനു ശേഷം ഇത് മാറ്റാൻ പറ്റും. അല്ല നമ്മൾ പറഞ്ഞാൽ ഒരാൾ ടോയ്ലറ്റ് പണിയാൻ 5 ലക്ഷം രൂപയാണ്, പട്ടികജാതിക്കാരന് വീട് പറയാൻ 4 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ആര് പറയുന്നു അധികാരം പിടിക്കരുതെന്ന്? നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ അധികാരം പിടിക്കരുതെന്ന്. നമ്മൾ ഒരുമിച്ച് അധികാരത്തിൽ പങ്കാളികളാവൂ, അതിനുശേഷം വർദ്ധിപ്പിക്കാം. അല്ല, നമ്മളെ ഞാൻ പറയുന്നത് നമ്മളെ ആളുകൾ അവിടെ ഇല്ലാതല്ലേ. ഇപ്പം സാറോ ഞാനോ ഇവിടെ പുറത്തിരിക്കുന്ന പോലെയല്ല. പക്ഷെ അതിനുള്ളിലുള്ള നമ്മുടെ ആളുകളുണ്ട് ആ രാഷ്ട്രീയത്തിലൊക്കെ, എല്ലാ സംവരണ മേഖലയിലുള്ള. അവരെ വെച്ച് നടക്കുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവര് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആള് കൈപ്പത്തിയുടെ വിപ്പ അനുസരിക്കാൻ പറ്റും. അവരെ അങ്ങ് വിട്. ഓക്കെ, ഞാൻ എനിക്ക് സാറിനും അറിയാവുന്നതല്ലേ. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആള് താമരയുടെ വിപ്പ് അനുസരിക്കും, അരിവാൾ ചുറ്റിക മത്സരിക്കുന്ന അരിവാൾ ചുറ്റികയുടെ വിപ്പ് അനുസരിക്കും. ഇവിടെ വിപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുള്ള അറിയത്തില്ലേ? ആണ് വിപ്പാണ് എടുത്ത് കളയേണ്ടത്. ഞാൻ പറയട്ടെ സാറേ, ആ സംവരണം എടുത്തു കളഞ്ഞാലോ? അതായത് ഈ 10 വർഷം അല്ല, ഈ 10 വർഷം കൂടുമ്പോ ആ ഒരു സംവരണം നീട്ടി കൊണ്ടുപോകുന്നോണ്ടാണ് ഇവരൊക്കെ അതിന്റെ പറ്റുന്ന കാര്യമാണോ? നമുക്കത് ആവശ്യപ്പെട്ടല്ലോ സാറേ, ഞങ്ങൾക്ക് വേണ്ടാന്ന് സംവരണം വേണ്ട, 10 വർഷം കൂടുമ്പോ റിവ്യൂ വേണ്ട. ഓക്കെ ഞാൻ വിട്ടു. ശരി, സന്ദീപേട്ടൻ പറ. സന്ദീപേട്ടൻ ഓഫാക്കിയോ? ഇവിടെ വേലായുധൻ PP എന്തെങ്കിലും പറയുന്നോ? സന്ദീപേട്ടൻ പറഞ്ഞു. പഞ്ചായത്തിലെ പദ്ധതി എങ്ങനെയാ സാറേ തിരിച്ചറിയണേ? പഞ്ചായത്തിലെ പദ്ധതി തിരിച്ചറിയുന്നതിന് വേണ്ടി പഞ്ചായത്തിന് താഴെ എന്ന് പറഞ്ഞാൽ ഗ്രാമകേന്ദ്രങ്ങളിൽ എന്ന് പറയുന്നത് പഞ്ചായത്തും നഗരകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. അങ്ങനെയാണ് അത് വായിച്ച് മനസ്സിലാക്കേണ്ടത്. നഗരപ്രദേശങ്ങളിൽ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും, ഗ്രാമകേന്ദ്രങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം പഞ്ചായത്ത് നടപ്പാക്കുന്നു. അപ്പൊ ഈ പദ്ധതി ഒക്കെ പഞ്ചായത്തിലുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ തിരിച്ചറിയുന്ന ചോദിച്ചേ നമ്മള്? ഞാൻ പറഞ്ഞേ, ഗ്രാമകേന്ദ്രങ്ങളിൽ എന്ന് പറയുന്ന പദ്ധതികൾ പഞ്ചായത്തിലെ പദ്ധതികളും നഗരത്തിലെ പദ്ധതികൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിലെ പദ്ധതികളുമാണ്. അങ്ങനെ അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇതിന്റെ വിഷയം എന്താണെന്നറിയാമോ? നമ്മൾ എത്ര എടുത്ത് വായിച്ചാലും ശരി തന്നെ, നമ്മൾ ഈ പദ്ധതി ബഡ്ജറ്റ് വിഷയത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ചരിത്രപരമായി നമുക്ക് ഒത്തിരി അറിവുകൾ കാണും. ഗ്രാമസഭയിൽ പോയി ചരിത്രം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഗ്രാമസഭയിൽ പോകത്തില്ല. യെസ്, അടുത്തേ സാറേ നമ്മൾ ഈ വായിച്ച PDF-ന്റെ എവിടുന്ന ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്നൊന്ന് പറയും. സന്ദീപിനോട് ചോദിച്ചാൽ സന്ദീപ് പറഞ്ഞുതരാം. സന്ദീപ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്ദീപ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്ദീപ് ഇത് കഴിയട്ടെ, നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചോളൂ. എങ്ങനെ വിളിക്കും? ഞാൻ നമ്പർ തരും. സന്ദീപ് ആ നമ്പർ ഒന്ന് അയച്ചോളൂ. വേലായുധൻ ലേറ്റ് ആയിട്ടാണ് വന്നത്, എന്തെങ്കിലും പറയാൻ പരിപാടി ഉണ്ടോ? വേലായുധൻ PP ലേറ്റ് ആയിട്ടാണ് വന്നത്, എന്തെങ്കിലും പറയാൻ പരിപാടി ഉണ്ടോ? മൈക്ക് ഓണാക്കൂ. ഇവിടെ പുരുഷോത്തമ സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? വേലായുധൻ ഓണാക്കിയല്ലോ, പറ കേക്കട്ടെ. നമുക്ക് റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പദ്ധതി വിഹിതം ഇവിടെ കറക്റ്റായിട്ട് ചെലവാക്കുന്നില്ല. അത് ഞാൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലാണ്. നമ്മള് വിവരാവകാശം എടുത്തു. അതിന് 3,53,00,000 രൂപ വകയിരുത്തി. 1,39,00,000 ചെലവാക്കി. 2,14,00,000 ലാപ്സാക്കി.
അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 7 പഞ്ചായത്തിലും 55 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം ഒക്കെ ലാപ്സാക്കിയിട്ടുണ്ട്. തൃത്താല എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണോ? പാലക്കാട്. പാലക്കാട് പാലക്കാട് ജില്ല. നെന്മാറ അടുത്താണോ? അപ്പോ നെന്മാറ അടുത്താണോ? കേട്ടില്ല. നെന്മാറ പഞ്ചായത്തിന്റെ പരിധിയിലാണോ? അല്ല, നമ്മുടെ പട്ടാമ്പി താലൂക്കിലാണ്. പട്ടാമ്പി ആകുമ്പോ ശിവദാസൻ വന്നിട്ടുണ്ടല്ലോ. ശിവദാസേട്ടൻ പട്ടാമ്പിയിലാന്ന് തോന്നുന്നുണ്ടോ? അതെ, ഞാൻ അങ്ങനെ ആളെ ശിവദാസേട്ടൻ നമ്പർ വാങ്ങി നിങ്ങൾ രണ്ടും കൂടെ അവിടെ എന്താണെന്ന് വേണോ ചെയ്തോളൂ. ശിവദാസേട്ടൻ തൃത്താല നിങ്ങളുടെ ബ്ലോക്കാണോ? തൃത്താല ബ്ലോക്കാണ്. ശിവദാസേട്ട തൃത്താല നിങ്ങളുടെ ബ്ലോക്കാണോ? ശിവദാസേട്ടൻ ആരാ? ശിവദാസൻ എന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ മീറ്റിംഗിൽ ഇപ്പൊ ഇരിപ്പുണ്ട്. ഇല്ല, ശിവദാസേട്ടന് ഇത് കിട്ടുന്നില്ല, ഓഡിയോ കിട്ടുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ശിവദാസേട്ടന്റെ നമ്പർ ഒന്ന് അയക്കൂ, വേലായുധേട്ടൻ എഴുതിയെടുക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ പാലക്കാട് എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ തരികയും ചെയ്യാം. എന്തേ? ശിവദാസേട്ട നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കണേ. ചന്ദ്രൻ സാറേ, സന്ദീപ് നമ്പർ അയച്ചിട്ടുണ്ടോ? ഒന്ന് എടുത്തോളൂ, ഇത് കിടപ്പുണ്ട്, ബോക്സിൽ കിടപ്പുണ്ട്. ഹലോ, ശിവദാസേട്ടൻ്റെ നമ്പർ ഒന്ന് അയച്ചേ, അല്ലെങ്കിൽ വേലായുധേട്ടൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കും. നമ്പർ സാറിന് ഞാൻ അയച്ചുതരാം. സാറിന്റെ നമ്പർ കയ്യിലുണ്ട്. അല്ല, പറഞ്ഞാൽ മതി. നിങ്ങൾ ശിവദാസേട്ടൻ എഴുതിയെടുക്കും. ശിവദാസേട്ട നമ്പർ ഒന്ന് എഴുതിയെടുത്തേ, വേലായുധേട്ടൻ നമ്പർ പറയും. ശിവദാസേട്ടൻ പോയി, പോട്ടെ. ശരി, അടുത്തനാവട്ടെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ആരാ പറയാനുള്ളത്? പുരുഷോത്തമൻ സാർ പറഞ്ഞോ? പുരുഷോത്തമൻ സാർ പോയോ? ഇല്ല, ഞാനാണ് ആദ്യം പറഞ്ഞു. പറഞ്ഞായിരുന്നു, ശരിയാ. രാജപ്പൻ കെ സംസാരിക്കുന്നോ? രാജപ്പൻ കെ മൈക്ക് ഓണാക്കി സംസാരിക്കുന്നോ? ഇല്ല. ഇനി ആരെങ്കിലും പറയുന്നോ? ചന്ദ്ര സാർ ഒന്നുകൂടെ പറയുന്നോ? ഇല്ലെങ്കിൽ നിർത്താം. എന്തോ എന്ത് പറയുന്നു? 9:30 ആയില്ലേ? ലെറ്റ് സ്റ്റോപ്പ്. ഓക്കെ, ജയ് ഭീം. ഗുഡ് നൈറ്റ്. ജയ് ഭീം.